ആരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ടു പിൻവരുവാൻ. ഇറങ്ങി. ഇങ്ങനെ ഇറങ്ങാൻ എന്നും ദൈവത്തിന് ഒരത്ര വേണം. അതാണ് പുരോഹിതൻ. മുന്നും പിന്നും നോക്കാതെ ആദ്യം ഇറങ്ങിയവർ. അവർക്കൊത്തിരി കഷ്ടങ്ങളുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും. പക്ഷെ ആദ്യം ഇറങ്ങിയവൻ തോളിൽ. ഇനി മറ്റൊരു കാര്യം, വെള്ളമെല്ലാം ഒഴുകി ജനമെല്ലാം അക്കരെ കയറുക. 1-2 പേരാണോ? അവിടെ ചുമന്ന പെട്ടകന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെ അക്കരെ കയറി. എന്തുമാത്രം ജനമാ! ലക്ഷക്കണക്കിന് ജനങ്ങളായി വരുന്നത്. ഇവരെല്ലാം എവിടെ കയറണം? അക്കരെ കയറണം. ഒരു നേതാവ്, രാജീവ്ജി, മുൻ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഒരു വലിയ പ്രിയപ്പെട്ട, ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിയായി മാറിയ രാജീവ്ജി ശംഖുമുഖത്ത് വന്നപ്പോൾ നടത്തിയ ഒരു യൂത്ത് കോൺഗ്രസ് റാലിക്ക് സംഘാടകനായിരുന്ന ഒരാളിനോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു പോയിന്റ് കിടക്കാൻ 6 മണിക്കൂർ കിടത്തും. ഒരു പോയിന്റ് കിടക്കും എന്ന് പറഞ്ഞാൽ അവർ നോക്കും 1 മിനിറ്റിൽ എത്ര പേര് നടന്നു, അങ്ങനെ എത്ര മണിക്കൂർ പോയി, ഇൻറ്റു കൂട്ടിയാണ് എത്ര പേരുണ്ടായിരുന്ന ഏകദേശം കണക്ക് കൂട്ടുക. അത് കൃത്യമായി 1 മണിക്കൂർ കിടക്കാൻ ഇത്രയും. അതൊക്കെ കൂടി വന്നാൽ എത്ര ലക്ഷം പേര്, ലക്ഷമൊന്നും കാണത്തില്ല നമുക്ക്. പക്ഷേ ഇത് ഇത്ര മണിക്കൂർ എടുക്കും. ഇത്രയും ലക്ഷം ജനം അക്കരെ കിടക്കാൻ എത്ര മണിക്കൂർ എടുത്ത് കാണും? അത്രയും നേരം ആര് നിന്നു? പുരോഗതി നിന്നു. നിങ്ങൾക്ക് എത്ര നേരം നിൽക്കാം? അരമണിക്കൂറാ ചേച്ചിയാ? അരമണിക്കൂറൊക്കെ വർഷിപ്പ് പോയാൽ വലിയും നിന്നോണ്ട്. പിന്നെ നമ്മൾ പറയും കുറേ നേരം ഇരുന്നു, പാടാണ്. അല്ല പിന്നെ അതുപോലെ അല്പസാന്നിധ്യത്തിൽ പോകണം, നിൽക്കാൻ പാടാ അല്ലേ? ഈ നേഴ്സസ് ഉണ്ട്, സായിപ്പിൻ്റെ നാട്ടിൽ നേഴ്സുമാർ പോയി കഷ്ടപ്പെട്ട് കാശുണ്ടാക്കണം. പക്ഷേ ഇതുങ്ങളുടെ കാര്യം കഷ്ടമല്ലേ? ലോങ് ഡേ ഒക്കെ വരുമ്പം 12 മണിക്കൂറൊക്കെ നിൽക്കണം. നിന്നിട്ട് വരുമ്പം നടുവിനൊക്കെ വേദനയാണ്. ഇപ്പോൾ വലിയ പാടാണ്. പുരോഹിതൻ വെറുതെ നിൽക്കുകയാണോ? എന്തെടുത്തോണ്ടാ നിൽക്കുക? പെട്ടെടുത്തോണ്ട് നിൽക്കുക. നിന്നില്ല ജനം അക്കരെ കയറത്തില്ല. അപ്പോൾ ആദ്യം ഇറങ്ങാൻ ഒരാൾ വേണം. ആര്? പുരോഹിതൻ. നിൽക്കാൻ ഒരാൾ വേണം. ആരാ? പുരോഹിതൻ. ആദ്യം കയറിയവരൊക്കെ അക്കരെ കയറി. അക്കരെ കയറിയിട്ട് അവർ ഇങ്ങനെ വരികയല്ലേ, ക്ഷീണമല്ലേ. അവരാരെങ്കിലും ഒക്കെ ടെൻ്റൊക്കെ വലിച്ചു കെട്ടി കിടക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ തനിനാടിനൊരമ്മമ്മ, വീട്ടമ്മ, കുളിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ തന്നെ ഇങ്ങനെ വലിച്ച് കെട്ടി, ഇങ്ങനെയൊക്കെയല്ലേ കെട്ടി വെച്ചിട്ട് പറഞ്ഞു, മനുഷ്യ കിടക്കുന്നുണ്ട് കിടക്ക്, എനിക്ക് ഓർക്കം വരണം. രാവിലെ തൊട്ട് നടക്കാൻ തുടങ്ങി. അപ്പം ഉറക്കി കിടത്തിയപ്പം കുഞ്ഞുണന്ന് ചോദിച്ചു, മമ്മി പാസന്തി വരുമ്പ വഴിക്ക് എവിടെ നിൽപ്പുണ്ട്? നടുക്ക് നിൽപ്പുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യമൊന്നും കുഞ്ഞ് എനിക്കത്, കുഞ്ഞ് ഉറങ്ങും മക്കളെ, പാസ് വരുവോ പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ, എൻ്റെ പൊന്ന് ബാബുവോ നമുക്കുറങ്ങാം. അവരെല്ലാം ഉറങ്ങി. അവസാനം കയറുന്ന ആരായിരിക്കും? പുരോഹിതനായിരിക്കും. ഇതാണ് പുരോഹിതൻ. ആദ്യം ഇറങ്ങിയവൻ്റെ പേര് പുരോഹിതൻ, അവസാനം കയറുന്നവൻ പുരോഹിതൻ. എല്ലാവരും കയറണം വരെ വഹിച്ചുകൊണ്ട് നിൽക്കുന്നവൻ്റെ പേര് പുരോഹിതൻ. എല്ലാ ലൈറ്റും അണഞ്ഞിട്ടും കത്തിക്കിച്ച് വെച്ച ലൈറ്റുമായി അവസാനം തിരി അണയ്ക്കുന്നവൻ്റെ പേര് പുരോഹിതൻ. ഞാനത് കണ്ടു വളർന്ന ഇച്ചിരി ചെറിയൊരു കുഞ്ഞ് അഹങ്കാരം. അതിനെ നല്ലതായിട്ട് കണ്ടാൽ മതി, വാക്ക് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. 30 വർഷം മിനിമം കണ്ടു. 10:30 പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരപ്പനെ 1 മണി വരെ വയ്യാത്ത അമ്മയെ പിടിച്ച് അപ്പുറത്തിരുത്തും. അമ്മ കാലം നീട്ടിയിരുന്ന് ഉറങ്ങും. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീട്ടുകാരെ ഓർക്കും. ചെറിയൊരു കണ്ണീര് വരും. ചില രാത്രി വിളിക്കും, പിണങ്ങിക്കിടക്കുകയാണോ? ആത്മഹത്യ ചെയ്യാൻ കയറിട്ടവരെ രാത്രി വിളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നീണ്ട 30 വർഷങ്ങൾ പുരോഹിതൻ ആദ്യം ഇറങ്ങിയവൻ. ഞാൻ ബംഗാളിൽ കൂടെ പോവുകയാണ്. വെസ്റ്റ് ബംഗാളിൻ്റെ തേയിലത്തോട്ടങ്ങളിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ ഞങ്ങളുടെ സഭയുടെ യൂത്തിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ സന്തോഷം തോന്നി. ആ മലങ്കാടുകളിൽ തേയിലത്തോട്ടങ്ങളുടെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ടിൻ ഷീറ്റുകൾ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്. എൻ്റെ കൂടെ ദൈവദാസൻ പറഞ്ഞു, ചിങ്ങമനത്തു നിന്നൊരു ദൈവദാസൻ
ഇറങ്ങിയപ്പം ആരും ഓർത്തില്ല ഈ മനുഷ്യൻ ഇങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുക. വെസ്റ്റ് ബംഗാളിലൊക്കെ ആദ്യം ചവിട്ടിയപ്പോൾ ആരും ഇല്ലായിരുന്നു. എവിടെയൊക്കെയോ ആദ്യം പോയി ആദ്യം ചവിട്ടിയ നമ്മുടെ ഒത്തിരി പിതാക്കന്മാരുണ്ട്. ഇന്നുമുണ്ട് ആദ്യം ചവിട്ടുന്നവർ. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ആയുസ് കിട്ടുകയാണെങ്കിൽ ആരും പോകാത്ത ഒരിടത്ത് ആയുസിൽ ഒരിക്കൽ പോയി ക്രിസ്തുവിന് വേണ്ടി ചവിട്ടി നിൽക്കണം. ഒക്കെങ്കിൽ ആ മണ്ണി ചെരുപ്പ് ഊരിയിട്ട്, ഷൂസാണെ ഊരിയിട്ട്, സോക്സ് ഊരിയിട്ട് ചവിട്ടണം. ആരും പോകാത്തൊരിടത്ത് ഈ ആയുസി ഒരിക്കലെങ്കിലും യേശുവിന് വേണ്ടി പോയി ചവിട്ടി നിൽക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഒന്ന് കൈവയ്ക്കുകയും. നിങ്ങൾ കാനഡയ്ക്ക് ഇമിഗ്രൻ്റ് ആകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഗുഡ്. ഇഷ്ടമാണോ? ആണോ? താല്പര്യപ്പെടുകയാണോ? ശരിക്കും ചോദിച്ചാൽ അല്ല. ഓക്കെ. പുറകിരിക്കുന്ന ആണെങ്കിൽ ആണോ? നല്ല കാര്യമാണ്, ആയിക്കോട്ടെ. പക്ഷെ ഒരിക്കലെങ്കിലും എൻ്റെ ആയുസിൽ ഇന്ന് വരെ ആരും ചവിട്ടാത്തൊരിടത്ത് എൻ്റെ യേശുവിന് വേണ്ടി ചവിട്ടണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്നുകൂടെ കര ഉയർത്തിക്കേ. ഹൃദയത്തിൽ നിന്ന് കാര്യങ്ങൾ ഉയർന്നിരിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഹൃദയത്തിൽ നിന്ന് കാര്യങ്ങൾ ഉയർന്നിരിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെയുള്ള ഒരിടത്ത് പോകാൻ അയക്കാൻ ഇഷ്ടപ്പെടുന്നവർ ആ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ആരും ആയുസുണ്ടെങ്കിൽ, കർത്താവ് വരാൻ താമസിച്ചാൽ എനിക്ക് ആരും പോകാത്തിടത്ത് എൻ്റെ യേശുവിന് വേണ്ടി ചവിട്ടി നിൽക്കണം. അതിനെൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് തന്നെ കരങ്ങൾ ഉയർത്തി, ഇരുകരം ഉയർത്തിപ്പിടിച്ച് വേദപുസ്തകങ്ങൾ സൂക്ഷിച്ച് നിങ്ങളുടെ കസേരകളിൽ വെച്ച് ഇരുകരം ഉയർത്തി യേശുവിന് വേണ്ടി പോണ്ടേ. ഒപ്പം ഇങ്ങനെയൊരു കൂട്ടായ്മ ഇവിടെ എന്തുകൊണ്ടും ഉണ്ടായി. ഒരു മനുഷ്യൻ ആദ്യം ചവിട്ടി. ആരും ഇറങ്ങാനില്ലാത്തപ്പോൾ ഇറങ്ങി. ഇറങ്ങരുന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും ഇറങ്ങി. ഇടയ്ക്ക് കയറിക്കോളാൻ എല്ലാവരും പറഞ്ഞപ്പോഴും കയറാതെ നിന്നു. കാരണം ഈ ജനത്തെ പകുതി വഴിക്ക് കളയാനൊക്കൂ. എല്ലാവരും അക്കരെ കയറുന്ന വരെ അവസാനം കയറി വിളക്ക് കത്തിക്കാൻ. ഇന്നും തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുള്ള നിങ്ങളുടെ ശുശ്രൂഷകനെ ഓർത്ത് പ്രാർത്ഥിക്കുക. കുറവുകൾ എല്ലാവർക്കും ഉണ്ട്. ആദ്യം ഇറങ്ങണ്ടേ. ആരും പോകാത്തടത്ത് അവിടെയാ ജീവിതത്തിൻ്റെ ധന്യത. ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, രാജ്യങ്ങൾ. കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകണം, മിഷണറി സ്റ്റുഡൻസ് ആയിട്ട് പോകണം. പൊതുവെ എല്ലാ മക്കളും തിരഞ്ഞെടുക്കുന്നത് ബാംഗ്ലൂരൊക്കെയാണ്. പുറത്ത് പോയ UK, എല്ലാവരും പോകുന്നിടത്ത്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു സ്റ്റുഡൻറ്റ് പോലും ഇല്ലാത്ത, വിശ്വാസി ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുത്ത് പോകുന്ന മക്കളെ ഞാൻ കണ്ടു. മിഷണറി സ്റ്റുഡൻസ്. ചൈനയിൽ പോയി കർത്താവിന് വേണ്ടി സഭകൾ സ്ഥാപിച്ച മക്കളെ കണ്ടു. മിഷണറി സ്റ്റുഡൻസ്. ആടിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാ. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ.
സ്തുത്യർഹമേ തവ നാമം. അങ്ങനെ ഒരു മിഷണറി സ്റ്റുഡൻ്റായിട്ട് പോകണം. ആരും ചവിട്ടാത്തടത്ത് പോയി ചവിട്ട് നിൽക്കണം. പ്രായമുള്ളവരെ ഐ ഓണർ യു. എങ്കിലും എൻ്റെ മനസ്സെപ്പോഴും മക്കളോടൊപ്പമാണ്. അങ്ങനെ പോകാൻ താല്പര്യമുള്ള മക്കൾ, ടീൻസ്, യൂത്ത്, കിഡ്സ്, ഒന്നുകൊണ്ടൊന്ന് കൈ ഉയർത്തിക്കേ. കുഞ്ഞുങ്ങൾ ശരിക്കും റിയലാണ്. നിങ്ങളുടെ ഒരു സ്ഥലത്തെ ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ കാണിക്കും. നിങ്ങൾ ആ സ്ഥലത്തിന് വേണ്ടി എഴുതി വെക്കണം. ആ സ്ഥലത്ത് പോകണം. ആ സ്ഥലത്തെപ്പറ്റി പഠിക്കണം. ഗൂഗിൾ കയറി സെർച്ച് ചെയ്യണം. അവിടേക്കുള്ള ഗൂഗിൾ മാപ്പ് എടുക്കണം. ആ സ്ഥലത്തിൻ്റെ പ്രിൻ്റ് എടുക്കണം. നിങ്ങളുടെ വേദപുസ്തകത്തിൽ വെക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കണം. യേശുവിൻ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളുടെ ദർശനങ്ങൾ അവർക്ക് കൊടുക്കട്ടെ. ചില രാജ്യങ്ങൾ അവർ പോലും കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളുടെയും ദ്വീപുകളുടെയും, പ്രത്യേകിച്ച് ചില ദ്വീപുകളിലേക്കുള്ള ഒരു നിയോഗത്തെ ദൈവം ഈ ദിവസങ്ങളിൽ ചില മക്കളുടെ ചില ദ്വീപുകൾ, നിങ്ങൾ ഒരിക്കലും നമ്മളീ പറഞ്ഞു ഒന്നും നമ്മളാരും കേട്ടിട്ടില്ല സ്ഥലങ്ങൾ. നമുക്ക് ചില രാജ്യങ്ങളുടെ പേര് കേട്ടാൽ ചിരി തോന്നും. പക്ഷെ ദൈവം ചിലരുടെ ദർശനത്തിലും സ്വപ്നത്തിലും ശബ്ദമായും ചില രാജ്യങ്ങളുടെ പേര് കേൾപ്പിക്കും. ആ രാജ്യങ്ങൾ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ മാപ്പ് എടുക്കണം. ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് എടുക്കണം. അതിൻ്റെ കൾച്ചർ മനസ്സിലാക്കണം. അതിൻ്റെ ഭാഷ മനസ്സിലാക്കണം. ദൈവസന്ധിയിൽ അതിൻ്റെ ഒരു മാപ്പെടുത്ത് ഫോട്ടോ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ബൈബിൾ വെച്ച്. അങ്ങനെ ദൈവം ചില ശബ്ദം കേൾപ്പിക്കും. ഇത് ദൈവാത്മാവ് ഞാൻ പറയുകയാണ്. ചില രാജ്യങ്ങളുടെ ശബ്ദം കേൾപ്പിക്കും. ദ്വീപുകളിലേക്കുള്ള ചില നിയോഗങ്ങളെ ചില മക്കളുടെ മേൽ കർത്താവ് ഈ ദിവസങ്ങളിൽ അയക്കും. കാലസമ്പൂർണതയിൽ കർത്താവിൻ്റെ സമയത്ത് ദൈവം നിങ്ങൾക്ക് ആ ദ്വീപിൽ പോയി ചവിട്ടി നിന്ന് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ 2021 ഡിസംബർ മാസം 30 എളിയദാസൻ പറഞ്ഞ വാക്കുകൾ ഓർക്കണം. ആദ്യമായി ചവിട്ടുക. കർത്താവെ, അതിനുവേണ്ടി സമർപ്പിതരായ മക്കൾക്ക് വേണ്ടി ഒരിക്കലൂടെ പ്രാർത്ഥിക്കുന്നു. കൃത്യമായ നിയോഗങ്ങളും ശബ്ദങ്ങളും ദൈവം അവരെ കേൾപ്പിക്കണം. എന്നിട്ട് അവർ ആ ചില ദ്വീപുകളിലേക്ക് മിഷണറിമാരായി പോകട്ടെ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇരുന്നാട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്ന്, ദ്വീപുകളിലേക്ക് പോകുക. ആരും പോകാത്തിടത്ത് പോകുക. അതിനുവേണ്ടി ഇപ്പോഴേ പ്രാർത്ഥിക്കുക. കർത്താവ് കുഞ്ഞ് നിയോഗങ്ങളെ തരും. ആദ്യം ചവിട്ടുന്നവൻ, അവൻ്റെ പേരാണെന്ത്? പുരോഹിതൻ. അവസാനം കയറുന്നവൻ്റെ പേര് പുരോഹിതൻ. എല്ലാവരും കയറാൻ തിടുക്കപ്പെട്ട് പോകുമ്പോഴും പെട്ടകം ചുമന്നുകൊണ്ട് നിൽക്കുന്നവൻ്റെ പേര് പുരോഹിതൻ. അതുകൊണ്ട് എല്ലാവരും പുരോഹിതരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പുതിയ നിയമത്തിൽ എല്ലാവരും പുരോഹിതരാണ്. എങ്കിലും പ്രത്യേകം പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ കാര്യം ചോദിച്ചാൽ, ഈ പെട്ടകം ചുമന്നുകൊണ്ട് നിൽക്കണമെങ്കിൽ പാടാണ്. അതിന് തോളിന് ശക്തി വേണം. എല്ലാവരും നിങ്ങളുടെ പുരോഹിതർക്ക് വേണ്ടി, നിങ്ങളുടെ പ്രിയപ്പെട്ട ദിവ്യദാസന് വേണ്ടി പ്രാർത്ഥിക്കണം. അധികമായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പുരോഹിത ചിന്തകളിൽ മുമ്പോട്ട് പോവുകയാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നിട്ട്, പുറപ്പാട് പുസ്തകം ഈ ദിവസങ്ങളിൽ എന്നെ കർത്താവ് ഇങ്ങനെ ചിന്തിപ്പിച്ച ചിന്ത ഞാനത് 1-2 പങ്കുവെച്ചു. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പല കാര്യങ്ങൾ ആലോചിച്ചു. ദൈവമേ, ഞാൻ എന്താണ് സംസാരിക്കുക? എൻ്റെ മനസ്സ് അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായി. അത് എന്നോടുകൂടുള്ള ദൂതാണ്. 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുറപ്പാട് 25 യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, തൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞുനൂൽ, കോലാട്ടുരോമം, ചുമപ്പിച്ച ആട്ടുകൊറ്റന്തോൽ, തകശുതോൽ, കതിരമരം, വിളക്കിന് എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം, ഏഫോദിനും മാർപതക്കത്തിനും പതിക്കുവാൻ ഗോമേതക കല്ല്, രത്നങ്ങൾ എന്നിവ തന്നെ. കണ്ടോ? അപ്പോൾ 25-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ എല്ലാവരോടും എന്ത് വാങ്ങണം? വഴിപാട് വാങ്ങണം. ഞെട്ടിപ്പോവും. എന്തൊക്കെയാണ് വഴിപാടായിട്ട് വാങ്ങിക്കേണ്ടത്? പൊന്ന്, വെള്ളി, താമരം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരൂപം, ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോൽ, തകശുതോൽ, കതിരമ്പനം, ഇതെല്ലാം വാങ്ങിക്കണം. ആരോടൊക്കെ വാങ്ങിക്കണം? 2-ാം വാക്യം, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. നല്ല മനസ്സോടെ തരുന്നവനോടും എനിക്ക് വേണ്ടി. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? നല്ല മനസ്സോട് കൊടുക്കണം. എല്ലാവരും ഉറക്കെ ഒന്ന് പറഞ്ഞേ. ഞങ്ങൾ പണ്ടൊക്കെ പറയായിരുന്നു, അടുത്തിരിക്കുന്ന ആളുടെ കൈയും പിടിച്ചൊന്ന് പറയാൻ. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയാനൊക്കത്തില്ല. എല്ലാവരും ഷെയ്ക്കാൻ്റെ കൊടുക്കാനൊക്കാത്തൊരു കാലം, കോവിഡിൻ്റെ കാലം. എന്നാലും ഒന്ന് നോക്കിയൊക്കെ പറഞ്ഞേ.
എങ്ങനെ കൊടുക്കണം? നല്ല മനസ്സോടെ കൊടുക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, നല്ല മനസ്സ്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നോക്കി പറഞ്ഞേ, നല്ല മനസ്സോടെ കൊടുക്കണം. അപ്പം നല്ല മനസ്സോടല്ലാതെ ആരും എന്ത് ചെയ്യരുത്? കൊടുക്കരുത്. നല്ല മനസ്സോടല്ലാതെ കൊടുക്കുന്നവരാണ് പലപ്പോഴും കൊടുത്തിട്ട് കുറ്റം പറയുന്നതും കൊടുക്കാതെ പറയും. എന്നാലും 21 അവസാനത്തിൽ പറയട്ടെ, ഞാനൊരു കെനിയൻ ദൈവദാസന് പരിഭാഷപ്പെടുത്തുകയാണ്. ഇദ്ദേഹം എൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതനാണ്. ഇദ്ദേഹം ഇന്ത്യയിൽ പഠിക്കാനായിട്ട് വന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ വല്ല സ്നേഹിതരായി. എൻ്റെ ഒരു ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ നിന്നുകൊണ്ട് പരിഭാഷപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അബ്രഹാം പുറപ്പാട്, അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പുറപ്പാട് 30 പുസ്തകം 14-ാം അധ്യായത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. മൽക്കീസദേക്ക് തന്നെ എതിരേറ്റ് വരുമ്പോൾ താൻ സകലത്തിൽ എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. അതുകൊണ്ട് ഉൽപ്പത്തി 24:1 ദൈവം തന്നെ സകലത്തിൽ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. എന്നിട്ട് ഇദ്ദേഹം കുറേ കൊട്ടേഷൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ എൻ്റെ ബൈബിളിൽ എഴുതിയിട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എഴുതിയിട്ടാണ്. ഇതാണ് എഴുതിയിരുന്നത്. എങ്ങനെ കൊടുക്കണം? നല്ല മനസ്സ്. അബ്രഹാം എന്തിലൊക്കെ കൊടുത്തു? അതുകൊണ്ട് എന്താ ഗുണമുണ്ടായി? സകല തെളിച്ചു. അദ്ദേഹം പറഞ്ഞ 1-2 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കുകയാണ്. ഇഫ് യു ആർ ടൈറ്റ്, ചെക്ക് യുവർ ടൈറ്റ്. എഴുതുന്നവരെ എഴുതിക്കോ. ഇഫ് യു ആർ ടൈറ്റ്, ചെക്ക് യുവർ ടൈറ്റ്. എല്ലാവരും പറയുന്നൊരു വാക്കാണ്. വല്ലാത്ത ഞെരുക്കമാണ്. ടൈറ്റാണ്. ടൈറ്റാണെങ്കിൽ എന്ത് ചെക്ക് ചെയ്യണം? ടൈറ്റ് ചെക്ക് ചെയ്യണം. എഴുതിയിടാവുന്നവരൊക്കെ എഴുതിയിടുക. ഇഫ് യു ആർ ടൈറ്റ്, ചെക്ക് യുവർ ടൈറ്റ്. അതുകൊണ്ട് ഇതും വന്നപ്പോൾ ഒരു സ്തോത്രം ഇല്ലാത്ത അതെ ഉണ്ട്. അങ്ങനെ പറ. അങ്ങനെയാണല്ലേ? ഇഫ് യു ആർ, ഇതെനിക്ക് അവിടെ പറയാനൊക്കത്തില്ല. ഇല്ല, ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. അതെ. ഇഫ് യു ആർ ടൈറ്റ്, ചെക്ക് യുവർ ടൈറ്റ്. രണ്ടാമത്തെ വാക്ക്, ഇഫ് യു ആർ സഫറിങ്, ചെക്ക് യുവർ ഓഫറിങ്. ഇഫ് യു ആർ സഫറിങ്, എഴുതടാ മക്കളെ, പൊന്നല്ലടാ, ഇതൊന്നും മറക്കല്ലേ. ഇഫ് യു ആർ സഫറിങ്, ചെക്ക് യുവർ ഓഫറിങ്. ഒന്നുകൂടെ പറഞ്ഞ്, ഉറക്കെ പറഞ്ഞേ. ഇഫ് യു ആർ സഫറിങ്, ചെക്ക് യുവർ ഓഫറിങ്. എൻ്റെ ഒരു സുഹൃത്തിനെ എനിക്കറിയാം. അദ്ദേഹം ഡെമോക്രറ്റ് ശുശ്രൂഷകനാണ്. അദ്ദേഹം പറഞ്ഞ് എനിക്കത് ഒത്തിട്ടില്ല. ഇന്ന് വരെ വർഷങ്ങളായി ദൈവസ്ഥിതി തീരുമാനമെടുത്തു. എവിടെല്ലാം ഓഫറിങ്ങിന് താൻ നിൽക്കുന്നോ, യാദർച്ഛ്യമായിട്ട് മിന്നാട്ട് തൻ്റെ പേഴ്സിലെ ഏറ്റവും വലിയ തുകയെ ഓഫറിങ് ഇട്ടിട്ടുള്ളൂ. ചെറുതല്ല, ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ 2000 ആണ്. ഏറ്റവും വലുത് ഏതാണോ അതാണ് താൻ ഓഫറിങ്. അത് തൻ്റെ ദൈവസ്ഥമുള്ള തീരുമാനമാണ്. മറ്റൊന്നുമില്ലെങ്കിൽ പോലും നമ്മൾ സാധാരണ ഓഫറിങ് ഇടുമ്പോൾ ഏതാ എടുക്കുക? ഏറ്റവും ചെറുത്. ഈ ഇടയ്ക്ക് എന്നോട് സുഹൃത്ത് പറഞ്ഞു, നമ്മുടെ ഒരു സഹോദരൻ ഔഡിയാണോ ഓടിയാണോ ഔഡി എന്തുവാട്ടെ, ജർമ്മൻകാർ ഔഡി എന്ന് പറയും, നമ്മൾ ചെല്ല ഓടി. ഔഡി കാറേ വന്നിട്ട് 10 രൂപ സ്വത്രാഴ്ച കിട്ടുമ്പം അവൻ അടുത്തുനിന്ന് പറയണം, ഔഡി കളിയാക്കും നിന്നെയെന്ന്. വന്ന കാറിൻ്റെ വെയിറ്റെങ്കിലും കാണിക്കണ്ടേ സ്വത്രാഴ്ച ഇടുമ്പോൾ. എന്നാലും പറയട്ടെ, ഇഫ് യു ആർ സഫറിങ്, ചെക്ക് യുവർ ഓഫറിങ്. ഇഫ് യു ആർ ടൈറ്റ്, ചെക്ക് യുവർ ടൈറ്റ്. ദൈവം നോക്കുന്നത് നോട്ട് വാട്ട് യു ഗീവ്, ബട്ട് ഗോഡ് ലുക്സ് അസ് വാട്ട് റിമൈൻ. നമ്മളൊരു കാര്യം ദൈവത്തിന് കൊടുക്കുമ്പോൾ കർത്താവ് എന്ത് കൊടുത്തു എന്നല്ല നോക്കുക, പിന്നെ എന്ത് ബാക്കി വന്നു. എന്തുകൊണ്ടാണ് ഈ വിധവയുടെ കാര്യം ഇന്നും പറയപ്പെടുക? എന്തുകൊണ്ടാണ് വിധവയുടെ കാര്യം ഇന്നും ഓണർ ചെയ്യപ്പെടുക? വിധവയുടെ കയ്യിൽ എന്തില്ലായിരുന്നു? ബാക്കിയില്ല. അന്യാസം സഫീറിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ബാക്കി നിറയിരുന്നു. അപ്പം ദൈവത്തിന് കൊടുക്കുമ്പം ദൈവം നോക്കുന്നത് നോട്ട് വാട്ട് വി ഗീവ്, ബട്ട് വാട്ട് റിമൈൻസ്. എന്ത് ബാക്കിയുള്ളതെന്ന് ജീവിക്കുന്നത്. അടുത്തത്, വെൻ ഗോഡ് ലിഫ്റ്റ് യു അപ്പ്, ഡോണ്ട് റേസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇൻസ്റ്റെഡ് റേസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ്. ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂട്ടുന്നതിനപ്പുറം നമ്മുടെ ഗിവിങ് സ്റ്റാൻഡേർഡ് കൂട്ടും എന്ന് എഴുതി പറഞ്ഞേ. വെൻ ഗോഡ് ലിഫ്റ്റ് യു അപ്പ്, ഡോണ്ട് റേസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇൻസ്റ്റെഡ് റേസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ്. ഞാൻ ആരും കൊടുക്കാത്തവരാണെന്ന് പറയാനല്ല, എങ്കിലും എളിദാസൻ പറയട്ടെ, 2022 എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ് കൂട്ടണം. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ല, സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ്. അതിൻ്റെ കൂട്ടത്തിൽ ദൈവം എന്ത് കൂട്ടിക്കോളൂ? ലിവിങ് കൂട്ടി. എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ് കൂട്ടണം. ഞാൻ 80% കൊടുക്കുന്നവരെ കണ്ടിട്ടുണ്ട്. 10 അല്ല, 80. എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്.
അത് പപ്പ അത് ഇവിടുന്ന് കേട്ടിട്ടാണ് പറഞ്ഞാണ്. ഒരു വലിയ സദസ്സിരിക്കുകയാണ്. അപ്പോൾ ആ സദസ്സിൽ ഈ ദശാംശം കൊടുക്കുന്നവരൊക്കെ പറഞ്ഞു, ഒരാൾ പറഞ്ഞാൽ 10% കൊടുക്കും, മറ്റൊരാൾ പറഞ്ഞാൽ 20% കൊടുക്കും, 30% കൊടുക്കും. ഞങ്ങളുടെ ചർച്ചിൽ ഒരു പെൺകുട്ടി 51% കൊടുക്കുക. അത് ഗൾഫിലൊക്കെ നമ്മൾ ഈ അറബിക്ക് 51 റേഷ്യോയും നമുക്ക് 49 അങ്ങനല്ലേ, 51% കൊടുക്കുന്ന ഒരു പെൺകുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ വലിയ കണക്കുകളൊക്കെ പറയുമ്പോൾ ഒരു അപ്പച്ചൻ എന്നിട്ട് പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല, ഞാൻ 10 എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 10 എടുക്കുക. എന്തൊരു വിനയപ്പെട്ട പറയുക. 20 കൊടുത്തു, 30 കൊടുത്തു, 40 കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു അപ്പച്ചൻ പറഞ്ഞു, മക്കളെ എനിക്കതൊന്നും ചെയ്യാൻ ഒത്തിട്ടില്ലെങ്കിൽ ഞാൻ 10 എന്ത് ചെയ്യാറുണ്ട്. അതാ ശരി. നമ്മൾ എത്ര എടുക്കും? 90, 95. സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ് കൂട്ടണം. ആഗ്രഹിക്കുന്നവർ എവിടെയെങ്കിലും ഒന്നും കുറിച്ചിട്ട് പുതുവർഷത്തെ നല്ല തീരുമാനം. എന്നോടൊരു കൂട്ടുകാരൻ പറഞ്ഞു, ആളിയാ ഞാൻ ഒരു തീരുമാനം എടുത്തു. ഞാൻ ചോദിച്ചു എന്താ? ഒരു തീരുമാനം എടുക്കുന്നില്ലെന്ന് അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കല്ലേ. ദൈവം എനിക്ക് ആയുസ് തന്ന. ഒത്തിരി പേര് ചത്തുപോയില്ലേ? എന്തുമാത്രം ആരോഗ്യമുള്ളവർ പോയി. നമ്മൾ മരിച്ചില്ലല്ലോ. ദൈവത്തിൻ്റെ കൃപയല്ലേ? ആണോ? ആണെങ്കിൽ കർത്താവ് 2022 എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കര ഉയർത്തിക്കേ. നിങ്ങൾ തീരുമാനിച്ച് എന്തോരം കൊടുക്കണം. ദാറ്റ് ഇസ് അപ് ടു യു. പക്ഷെ ഒറ്റ കണ്ടീഷൻ, എങ്ങനെ കൊടുക്കണം? നല്ല മനസ്സോടെ എഴുതിയിട്ടേ. ഏതായാലും പുതുവർഷത്തിൽ പ്രവേശിക്കാൻ പോവല്ലേ, 20ാമത്തെ ദിവസമല്ലേ, എന്തോരം കൂട്ടണം അത് നിങ്ങൾ തീരുമാനിച്ച. കണ്ണ് പൊട്ടിക്ക്, കണ്ണടച്ച് കണ്ണ് പൊട്ടിക്കേ. എന്നിട്ട് തീരുമാനിച്ച് എന്തോരം കൂട്ടണം. 2020 ഞാൻ പ്രവേശിക്കുമ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ്, ഇപ്പം 10 കൊടുക്കുന്നവരുണ്ട്, 1% കൂട്ടാത്ത ആരും ഇന്നത്തെ കാണരുത്. അങ്ങനെ ഒരു റെഗുലാരിറ്റി ഇല്ലെങ്കിൽ ടേക്ക് എ ഡിസിഷൻ. കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ, ആണ്. തീരുമാനിച്ചോ? തീരുമാനിച്ചെങ്കിൽ കൈ ഉയർത്തി ആ മുഷ്ടിയിലൊന്ന് ചുരുട്ടി പിടിച്ച് വിശ്വാസത്തോടെ കർത്താവേ അതിന് കൃപ തരണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ വേദപുസ്തകത്തിൽ എഴുതി വെക്കുക, ഞാൻ ഇത്ര റേഷ്യോ കൂട്ടാൻ തീരുമാനിച്ചിരിക്കും. ദൈവം നിങ്ങൾക്ക് തരും. കുഞ്ഞു മക്കൾ പോലും പോക്കറ്റ് മണി കിട്ടുന്നതിനകത്തുനിന്ന് ദശാംശം കൊടുത്ത് പഠിക്കണം. മനസ്സിലായി? നിങ്ങളുടെ പപ്പ നിങ്ങൾക്ക് 100 രൂപ എന്നാൽ 10 രൂപ മാറ്റി വെച്ച് പഠിക്കണം. നാളെ നിങ്ങൾ ആരാകുമെന്ന് ലോകത്തിന് പോലും അറിയത്തില്ല. നോ വൺ കാൻ പ്രെഡിക്റ്റ് വാട്ട് യു വിൽ ബി ഇൻ യുവർ ഫ്യൂച്ചർ. തീരുമാനിച്ചവരെന്ന് കൈവയ്ക്കുക. തീരുമാനിച്ച പിതാവ് യേശുവിൻ്റെ നാമത്തിൽ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ് കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, അവരുടെ പലരുടെ കയ്യിലില്ല, ഞെരുക്കമാണ്. ഇപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഓപ്പണിങ് യേശു കർത്താവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന വിശുദ്ധനും സത്യവാനും എന്ന പേരുള്ള ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ള കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ് റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കേതാത്തിട്ടേ. അപ്പം കുറിച്ച് വെച്ചേ. പെനെ കണ്ടോ? അല്ല അടുത്ത ആടെ നിന്ന് പണം മേടിച്ചതിന് പെനെ അടുത്ത് കുറിച്ച് എനിക്ക് ഇന്തോരം കൂട്ടണം. ഇപ്പോൾ ഒരു പക്ഷേ ജോലി ഇല്ലാത്തവരാണ്. ജോലി കിട്ടിയാൽ ഞാൻ കൃത്യമായി ഈ 10 സ്റ്റാൻഡേർഡാണ്. അത് സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്. നിങ്ങളുടെ നീതി ആരുടെ നീതിയെ കവിയണം, പരീശന്മാരുടെ നീതി. അതൊരു പൗരോഹിത്യ മതത്തിൻ്റെ ഒരു ഭാഷ നിലയും മേടിക്കാൻ നിന്ന് പറയുന്ന ഒരാളല്ല. ഇവിടെ കൂട്ടിക്കൊടുത്തിട്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ടോ പാസ്റ്ററേ? ഇല്ല. പക്ഷേ അനുഗ്രഹിക്കപ്പെടാൻ വേറെ വഴിയില്ല. എന്നോട് ദൈവം ഇടപെട്ടൊരു കാര്യമാണ്. 2022 എന്തോരം കൊടുക്കാൻ കൂട്ടണം. 10% എടുക്കത്തുള്ളൂ എന്നുള്ള അപ്പച്ചൻ എനിക്കൊരു വെല്ലുവിളിയാണ്. ഇവരൊക്കെ കൊച്ചു കൊച്ചു മനുഷ്യരാണ്. പക്ഷേ ഇവരെല്ലാം എന്നെ സ്വാധീനിക്കുന്നു. എൻ്റെ സഭയിലെ ഒരു കർഷകൻ, കൂലിപ്പണിക്കാരൻ, എല്ലാ ആഴ്ചയിലും 10,000-2,000 രൂപയായിട്ട് വരും. അയാളുടെ അടുത്തൊരു തീരുമാനമാണ്, കൂലിപ്പണിക്കാരനാണ്, എനിക്ക് മേടിക്കാൻ. എൻ്റെ സഭയിലൊരു കൃഷ്ണമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചിക്ക് 80 വയസ്സുണ്ട്. അന്ന് എന്നോട് സംസാരിക്കുമ്പോൾ ഒരു 75 വയസ്സ്. അപ്പോൾ അവരെൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊണ്ടെത്തും, ചില്ലറ പൈസ. സാധാരണ ഞാൻ പറയും, നിങ്ങളെ ചർച്ചിലൊക്കെ അവരെ കൊണ്ട് ചിലൊക്കെ ഓഫറിങ് ഇടും. പക്ഷെ എനിക്ക് ഈ അമ്മച്ചിമാരെ മേടിക്കാൻ വലിയ സന്തോഷമാണ്.
സ്നേഹമാണ് അതിനകത്ത് നിറച്ച്. അപ്പം ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എങ്ങനെ കാര്യം നടക്കുക? വയ്യാത്ത ഒരു മോള്, വയ്യാത്തൊരു കൊച്ചുവൻ, ഇവരെ എല്ലാം നോക്കുന്ന ഈ 75 വയസ്സുള്ള അമ്മച്ചിയാണ്. അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു എങ്ങനെ കൂട്ടുക കാര്യങ്ങൾ? മോനെ, ഞാൻ 5-6 ദിവസം ഒരു വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട്, 200-250 രൂപ വെച്ച് അവർ തരും. അതുകൊണ്ടാണ്. പിന്നെ ആഴ്ചയിൽ 3 ദിവസം പകലത്തെ ജോലി കഴിഞ്ഞ് വന്നിട്ട് സന്ധ്യയ്ക്ക് വേറൊരു വീട്ടിൽ പോയി അടിച്ചു വാരാൻ പോകും. ഒരു 4 മണി 5 മണിയാകുമ്പോൾ ആ വീട്ടിൽ പോയി പെട്ടെന്നൊന്ന് അടിച്ച് വാരി വല്ലതൊക്കെ ചെയ്ത് തുണിയൊക്കെ കഴുകിയിട്ട് ഒരു 7 മണിയാകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ ഒരു 3 ദിവസം വൈകിട്ടൊരു വീട്ടിൽ പോകും. ഞാൻ പറഞ്ഞു ഡബിൾ ഡ്യൂട്ടി, 75 വയസ്സ്, ഈ ഡബിൾ ഡ്യൂട്ടി എന്തിനായിരുന്നേ? ആദ്യത്തെ ഡ്യൂട്ടി എൻ്റെ വീടിന് വേണ്ടി, 75-ാമത്തെ വയസ്സിൽ 4 മണിക്ക് ഈ അമ്മച്ചി ഡബിൾ ഡ്യൂട്ടി ചെയ്യുന്നത് എനിക്ക് വേണ്ടിയായിരുന്നു. ഇങ്ങനെയുള്ളവരുടെയൊക്കെയാണ് സഭ. 75-ാമത്തെ വയസ്സിൽ വൈകിട്ട് ഡബിൾ ഡ്യൂട്ടി ചെയ്യുന്നത് ഈ എളിയവന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഞായറാഴ്ച ആ കാണിക്കയുമായിട്ട് വരുമ്പോൾ കണ്ണ് നിറഞ്ഞ് സഭയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു അഭിമാനമോ സന്തോഷമോ, അതൊക്കെയാണ് ഈ ശുശ്രൂഷയുടെ സന്തോഷം. ലക്ഷക്കണക്കിന് രൂപ കൈവന്ന് കയറി ഇറങ്ങിപ്പോയതിനെക്കാട്ടും വലിയ സന്തോഷമാണ് ആ അമ്മച്ചിയെ കാത്തു നിൽക്കുക നല്ല മനസ്സോടെ. അപ്പോൾ ഇവിടെ കാണുകയാണ് റൈസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ്. മറക്കരുത്, റൈസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ്. തീരുമാനിച്ചല്ലോ. അപ്പോൾ തീരുമാനം നമ്പർ 2, വി വുഡ് ലൈക്ക് ടു റൈസ് അവർ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ്. ഓക്കെ ആണോ? എന്നോട് പണക്ക് തോന്നിയോ? പണക്കുണ്ടോ? ഇല്ലേ? സ്തോത്രം. അപ്പോൾ 25-ാമത്തെ വാക്യം അദ്ദേഹത്തിലേക്ക് വീണ്ടും വരാം. എങ്ങനെ കൊടുക്കണം? നല്ല മനസ്സോടെ കൊടുക്കണം. അടിവരെ ഇട്ടോ. നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് വാങ്ങണം? വഴിപാട് വാങ്ങണം. ഇതെല്ലാം കൊണ്ടുവരണം. രക്തങ്ങൾ, കോലാട്ട് രോമം, ആട്ടുകൊറ്റൻ തോല്, വെള്ളി, താമരം, ഇതെല്ലാം കൊണ്ടുവരണം. ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഇനി വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുകയാണ്. ഇനിയും 28-ാം അധ്യായത്തെ പുരോഹിതന്റെ വസ്ത്രങ്ങൾ ഉണ്ടാക്കണം. നിന്റെ സഹോദരനായ 28 നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. അപ്പം പുരോഹിതന്മാർക്ക് വേണ്ടി അഹരോനെയും മക്കളെയെല്ലാം പുരോഹിതന്മാരായിട്ട് കൊണ്ടുവരണം. അഹരോനെയും അഹരോന്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലയാസാർ, ഈതാമാർ എന്നിവരെയും തന്നെ. എന്നിട്ട് നിന്റെ സഹോദരനായ അഹരോന് വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ആത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. അപ്പൊ പുരോഹിതന്റെ വസ്ത്രം ഉണ്ടാക്കാൻ സാധാരണ തയ്യക്കാർ പോരാ. ആര് വേണം? ജ്ഞാനാത്മാവുള്ളവർ കൊണ്ട് വേണം എന്തുണ്ടാക്കാൻ? പുരോഹിതന്റെ വസ്ത്രം ഉണ്ടാക്കാൻ. അവരെങ്ങനെ വസ്ത്രം ഉണ്ടാക്കേണ്ടത്? അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, ഏഫോദ്, നീളമുള്ള കുപ്പായം, ചിത്രത്തയ്യലുള്ള നിലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. നിന്റെ സഹോദരനായ അഹരോൻ എനിക്ക് വേണ്ടി പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനും അവന്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. നമ്മളെ കണ്ടോ? അതിന് എന്തൊക്കെയാണ്? പതക്കം, ഏഫോദ്, ചിത്രത്തയ്യലുള്ള, ചിത്രത്തയ്യൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എംബ്രോയിഡറി വർക്കാണ്. മുട്ടി നടുക്കെട്ട് ഉണ്ടാക്കണം. പിന്നെ അതിന് പൊന്ന്, നീലനൂൽ, തൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ എടുക്കണം. പിന്നെയും പൊന്ന്, നീലനൂൽ, തൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായി ഏഫോദ് ഉണ്ടാക്കണം. പൊന്ന്, നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പുനൂല്, പിരിച്ച പഞ്ഞുനൂൽ എന്തുകൊണ്ട് ഏഫോദ് ഉണ്ടാക്കണം. ഇനി അതിന്റെ 2 അറ്റത്തോട് ചേർന്നതായി 2 ചുമൽക്കണ്ടം ഉണ്ടായിരിക്കണം. അങ്ങനെ അത് തമ്മിൽ ഇണച്ചിരിക്കണം. അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായ ചിത്രപ്പണിയായ നടുക്കെട്ട് അതിൽ നിന്ന് തന്നെ അതിന്റെ പണി പോലെ പൊന്ന്, നീലനൂൽ, തൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ടായിരിക്കണം. അപ്പൊ ചുമൽക്കണ്ടം ഉണ്ടാക്കണം. അത് പൊന്ന്, നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, പിരിച്ച്. അപ്പൊ പൊന്നുനൂല് കൊണ്ട് വേണം ഇതെല്ലാം ഉണ്ടാക്കാൻ. എന്നിട്ട് അതിന്റെ 2 ഗോമേതക കല്ലെടുത്ത് അവയിൽ ഇസ്രായേൽ മക്കളുടെ പേര് കൊത്തണം. അവരുടെ പേരുകൾ മോളെ ഞാൻ വായിക്കാമേ, എന്നിട്ട് മോളെ എന്നെ ഇടയ്ക്ക് സഹായിക്കണം. പേരുകളിൽ 6 ഒരു കല്ലിലും ശേഷമുള്ള 6 മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിൽ ആയിരിക്കണം. എന്നിട്ട് രത്നശില്പിയുടെ പണിയായി മുദ്രക്കൊത്ത് പോലെ 2 കല്ലിലും ഇസ്രായേൽ മക്കളുടെ പേര് കൊത്തണം. അവ പൊൻതടങ്ങളിൽ
പതിക്കണം എന്ന് പറഞ്ഞാൽ 2 വലിയ പൊൻ തടമുണ്ടാക്കി, വലിയ പലക പോലെ ഉണ്ടാക്കി, അവത്തേൽ ചുമൽക്കണ്ടത്തിൽ ഇസ്രായേൽ മക്കളുടെ പേര് ആര് വഹിക്കണം? പുരോഹിതൻ വഹിക്കണം, അല്ലേ? പുരോഹിതൻ ഇത്രയും വഹിക്കണം. പൊന്നൊക്കെ കാര്യം ശരിയാ, പക്ഷേ ഇത് വഹിച്ചുകൊണ്ട് നിൽക്കണം. കല്ല് രണ്ടും ഏഫോദിൻ്റെ ചുമൽക്കണ്ടിനുമേൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഓർമ്മക്കല്ലായി വെക്കണം. അഹരോൻ യഹോവയുടെ മുമ്പാകെ അവരുടെ പേർ ഓർമ്മയ്ക്കായി തൻ്റെ 2 ചുമലിലും വഹിക്കണം. പൊന്ന് കൊണ്ട് തടങ്ങൾ ഉണ്ടാക്കണം. തങ്കം കൊണ്ട് ചരട് പോലെ മുറിച്ച് കൊത്തുമണിയായി 2 സരപ്പളി ഉണ്ടാക്കി മുറിച്ച് കൊത്തുമണിയായ സരപ്പളി തടങ്ങളിൽ ചേർക്കണം. എന്നിട്ട് ഈ പേര് വഹിച്ച് മൊത്തം പേരെ വഹിച്ചുകൊണ്ട് വേണം ആര് നിൽക്കാൻ? പുരോഹിതൻ നിൽക്കാൻ. അപ്പം പുരോഹിതന് വലിയ ഭാരമാണ്, വഹിച്ചുകൊണ്ട് നിൽക്കണം. എന്നിട്ട് നീലനൂൽ, ധൂപനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ന്യായവിധി പതക്കം ഉണ്ടാക്കണം. അതിൽ കൽപ്പതിയായി 17 വാക്യം 4 നിര കല്ല് പതിക്കണം. 4 നിര കല്ല്, 3 4 12, 4 നിര. അതിനകത്ത് ഓരോന്നിലും 3 രത്നങ്ങളാണ്: താമരമണി, പീതരത്നം, മരതകം. 1-ാമത്തെ നിര. 2-ാമത്തെ നിര 18-ാമത്തെ വാക്യം മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തെ നിര പത്മരാഗം, വൈഡൂര്യം, സുഗന്ധിക്കല്ല്. 4-ാമത്തെ നിര പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്ത്. ഇത്രയും നിര കല്ല് പതിക്കണം. ഇതെന്തൊരു രത്ന? സ്വർണത്തിനാണോ വില? ഈ രത്നത്തിനാണോ വില? രത്നത്തിനാ വില. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ കാണുന്ന രത്നങ്ങളാണ്. ഇത്രയും സാധനം വെക്കണം. എന്തൊക്കെ എല്ലാവരും പേരെന്ന് പറഞ്ഞ് നാക്കൊക്കെ വഴങ്ങാൻ നല്ലതാണ്. എൻ്റെ നാക്കാണ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിരിക്കുക, എന്നാലും രസമാണ് ഇതൊക്കെ പറയാൻ. എന്തൊക്കെയാണ്? നോക്കി, എന്തൊക്കെയാ? താമ്രമണി, പീതരക്തം, മരതകം, മാണിക്യം, നീലക്കല്ല്, വജ്രം, പത്മരാഗം, വൈഡൂര്യം, സുഗന്ധിക്കല്ല്, പുഷ്പരാഗം, ഗോമേതകം. ഇതൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്കിപ്പോഴും എന്നാലും ബ്രിട്ടീഷുകാരുടെ ദേഷ്യമാണ്. എൻ്റെ രാജ്യത്തിൻ്റെ ഒരു കല്ല് അവർ കൊണ്ടുപോയി, ഒരു രത്നം. എന്തോ കോഹിനി രത്നം അടിച്ചുകൊണ്ട് പോയടാ അമ്മമാർ. എന്നിട്ട് ഇപ്പോഴും വർഷത്തിൽ ഒരിക്കലും നമ്മളെ കാണിക്കത്തുള്ളൂ. നമ്മുടെ രത്നം അമ്മമാർ അടിച്ചുകൊണ്ട് പോയി. ചെറിയ കാര്യമാണോ? വർഷത്തിൽ ഒരിക്കലും കണ്ട് അത് കാണിക്കത്തുള്ളൂ. അന്നേരം ഭയങ്കര ആളാണ്. കോഹിനൂർ രത്നം എന്നാ എൻ്റെ ഓർമ്മ. ആണോ? ആന്ന് തോന്നുന്നു, ശരിയായിരിക്കും. അപ്പം കോഹിനൂർ രത്നമൊക്കെ എന്തൊരു വിലയുള്ള. അപ്പം ഇതിന് എന്തോരം വില കാണും? വൈഡൂര്യം, മാണിക്യം, പത്മരാഗം, സുഗന്ധിക്കല്ല്, ഗോമേതകം, എന്ന് വേണ്ട ഇതെല്ലാം ദേഹത്ത് പതിക്കണം. ആളാകെ അട്ടിപ്പൊളി. എന്തൊരു ഗുമ്മ, ഭയങ്കര സംഭവമല്ലേ? ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ആ പുരോഹിതൻ വരുന്ന നോക്കും ഭയങ്കര വൈബാ, അങ്ങനല്ലേ പറയാ? ആണോ? പിന്നെ വേറൊരു ഭാഷയുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കൊച്ചു നമ്മുടെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ എൻ്റെ ഭാര്യ അവർ വിളിച്ചില്ല, ബാക്കി എല്ലാവരും കൂടി. അപ്പോൾ അവർക്ക് ചെറിയ ഒരു കിരികിരിപ്പ്, ഒരു മുള്ളു. അപ്പോൾ എൻ്റെ മോള് അവളോട് പറഞ്ഞു, അമ്മ അവരെ പോലൊന്നും ചില്ലല്ലാത്തതുകൊണ്ടാണ് വിളിക്കാത്തെന്ന് പറഞ്ഞു. നല്ല ചില്ലായിട്ട് നിൽക്കണം. അമ്മ പറഞ്ഞ, ആണടി ഞാൻ ചില്ല, എൻ്റെ ചങ്ക് നിറച്ച് കുപ്പിച്ചില്ല. അപ്പം ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വെച്ച് ഗോമേതകം, വൈഡൂര്യം, മാണിക്യം, മരതകം, വജ്രം, എന്തട്ടാ ഇതെല്ലാം വെച്ചോണ്ടാണ് ആര് വരിക? പുരോഹിതൻ വരിക. അപ്പം പുരോഹിതനെ സൂക്ഷിക്കും. എന്തൊരു സംഭവം ഇത്! നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഒരു നിലവറ തുറക്കുമ്പോൾ എന്തൊരു ബഹളമായിരുന്നു. കാരണം അതിനകത്ത് രത്നങ്ങളുമുണ്ട്. ഗവൺമെൻറ്റൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തോ ഒരു വാർത്താ പ്രാധാന്യം ലഭിച്ച സംഭവമാണ്. അപ്പോൾ അത്രയും സാധനം ആരുടെ ദേഹത്തുണ്ട്? പുരോഹിതൻ ദേഹത്തുണ്ട്. വെക്കണം. ഇനി പതക്കത്തിന് ചരട് പോലെ മുറിച്ച് കൊത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളി ഉണ്ടാക്കണം. ഇനി 2 വട്ടക്കണ്ണി പൊന്നു കൊണ്ടുണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ ബട്ടൺസ് പോലും എന്താ? വട്ടക്കണ്ണി എന്ന് പറഞ്ഞാൽ ബട്ടൺസ് ആയിരിക്കും. ബട്ടൺസ് പോലും എന്താ? പൊന്നാണ്. അതിന് പൊന്നുനൂല് കൊണ്ട് മുറിച്ച് കൊത്തുപണിയായി സരപ്പളി 2 പതക്കത്തിൻ്റെ മറ്റേ അറ്റങ്ങളുള്ള വട്ടക്കണി 2ലും കൊളുത്തണം. സരപ്പളി മറ്റേ 2 തടത്തി കൊളുത്തി ഏഫോദിൻ്റെ ചുമൽക്ക് മുൻഭാഗത്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ പൊന്നുകൊണ്ട് 2 വട്ടക്കണി ഉണ്ടാക്കി പതക്കത്തിൻ്റെ മറ്റേ 2 അറ്റത്ത് ഏഫോദിൻ്റെ കീഴറ്റത്തിൻ്റെ അതിൻ്റെ വിളിമ്പിലകത്തായി വെക്കണം. പൊന്നുകൊണ്ട് വേറെ 2 വട്ടക്കണി ഉണ്ടാക്കി ഏഫോദിൻ്റെ മുൻഭാഗത്ത് അതിൻ്റെ 2 ചുമൽക്കണ്ടത്തിന്മേൽ അതിൻ്റെ ഇണപ്പരികനെ ഏഫോദിന് നടുക്കെട്ടി വെക്കണം. പതക്കെ ഏഫോദിന് നടുക്കെട്ട് മേലെ കണ്ട് ഏഫോദി ഓടാതിരിക്കേണ്ട വട്ടക്കണ്ണി ബട്ടൻസിൽ ഏഫോദിൻ്റെ വട്ടക്കണ്ണി നീല നാട് കൊണ്ട് ചുക്കട്ടണം. ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേര് എപ്പോഴും യഹോവയുടെ മുമ്പാക്കിയായി ഓർമ്മയ്ക്കായിട്ട് തൻ്റെ ഹൃദയത്തിൽ വഹിക്കണം. ഇതെല്ലാം കെട്ടിയിട്ട് ചുമല് വഹിക്കണം. പിന്നെ എവിടെ വഹിക്കണം? ഹൃദയത്തിൽ വഹിക്കണം. ഇപ്പം പുരോഹിതൻ്റെ ജോലിയാണ് ഇത്രയും ജനത്തെ എവിടെ വഹിക്കണം? ഹൃദയത്തിൽ വഹിക്കണം. ഈ ഹൃദയത്തിൽ വഹിക്കുക എളുപ്പമല്ല കേട്ടോ. ഹൃദയത്തിൽ കുറച്ച് ഇടം വഹിച്ചാൽ ഹാർട്ട് എക്സ്പാൻഡ് ആവും. എനിക്ക് ഭയങ്കരമായിട്ട് ഭാരത്തോട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുടെ ഹാർട്ട് അവസാനം ചുരുങ്ങിയിട്ടുള്ളവരുണ്ട്, എക്സ്പാൻഡ് ചെയ്തവരുണ്ട്, വികസിച്ചിട്ടുള്ളവരുണ്ട്. വഹിച്ച് 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 ജനത്തെ വഹിക്കണം. ഇതിൻ്റെ പേര് ആത്മഭാരം.
ഈ ജനത്തെ വഹിക്കണം. എന്നിട്ട് ന്യായവിധി പതക്കത്തിനകത്ത് ഊറിമും തുമ്മും വെളിപ്പാടും സത്യവും വെക്കണം. അഹരോൻ യഹോവയുടെ സന്നിധി കിടക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. അഹരോൻ ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുമ്പാകെ തൻ്റെ ഹൃദയത്തിൽ. ഇത് കൂടാതെ ജനത്തിൻ്റെ മുഴുവൻ പാപം ആര് വഹിക്കണം? പുരോഹിതൻ വഹിക്കണം. ചെറിയ പാപമല്ല, ഭാരമല്ല. വിശുദ്ധിയോടെ കർത്തൃമേശ എടുക്കുന്നവരുണ്ട്, വിശുദ്ധി ഇല്ലാതെ എടുക്കുന്നവരുണ്ട്. വിശുദ്ധിയോടെ വന്ന് ആരാധിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ തെറ്റുകൾ മാത്രം ചെയ്തിട്ട് മനസാക്ഷി കുത്തലില്ലാതെ വന്ന് കടിഞ്ഞപ്പെട്ട ഹൃദയത്തോടെ ആരാധിക്കുന്നവരുണ്ട്. ഇതെല്ലാം ആര് വഹിക്കണം? പുരോഹിതൻ വഹിക്കണം. ചെറിയ കാര്യമല്ല, വഹിക്കണം. അതാണ് പുരോഹിതൻ വഹിക്കണം. ഇനിയും ഏഫോദിൻ്റെ അങ്കി മുഴുവനും നീലനൂല് കൊണ്ടുണ്ടാക്കണം. അതിൻ്റെ നിലകിൽ തലകടപ്പാൻ ധാരം വേണം. ദ്വാരത്തിന് നെയ്ത്തുപണിയായി നാട ചുറ്റിലും വേണം. കീറിപ്പോകാതിരിക്കാൻ കവചത്തിൻ്റെ ധാരം പോലെ അതുണ്ടാക്കണം. നീലനൂൽ, ധൂമനൂൽ, ചുവപ്പ് നൂൽ എന്തുകൊണ്ട് ചുറ്റും വിളിമ്പിൽ മാതളപ്പഴങ്ങളും അതിൻ്റെ ഇടയിൽ ചുറ്റും പൊൻകൊണ്ട് മണികളും ഉണ്ടാക്കണം. അങ്കിയുടെ വിളിമ്പിൽ ചുറ്റും പൊന്മണി, മാതളപ്പഴം, പൊന്മണി, മാതളപ്പഴം ഇങ്ങനെ വെക്കണം. ഇതെന്തിനാ? അത് വേറെ വലിയ കാര്യമാണ്. പുരോഹിതൻ്റെ വസ്ത്രത്തെ എന്ത് ഘടിപ്പിച്ചിട്ടുണ്ട്? മണി കെട്ടിയിട്ടുണ്ട്. എന്തിനാ ചോദിച്ചാൽ പുരോഹിതൻ ചത്തോ ഇല്ലോ എന്ന് അറിയുന്ന എന്തടിച്ചാ? മണിയുടെ ശബ്ദം. ഇനി വേറെ കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും ആരാ? പുരോഹിതരാ. എല്ലാവരും വചനം ഒന്ന് കൈയുയർത്തി പറഞ്ഞ്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗ്ഗമാണ്. അപ്പോൾ ഒരാൾ കർത്താവിനെ അറിഞ്ഞാൽ അവരുടെ ദേഹത്ത് എന്തോ കെട്ടിയിട്ടുണ്ട്? മണി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എവിടെ പോയാലും എന്ത് കേൾക്കാം? മണി കേൾക്കാം. ഇതെപ്പോഴും ഓർത്തോണം. ആർക്കും എവിടെയും പോകാം, പക്ഷെ വിശ്വാസിക്കെങ്കും പോകാനൊക്കത്തില്ല. എന്തോ കേൾക്കും? മണിനാദം കേൾക്കും. അപ്പം മണി കെട്ടിയാണ് ഓരോ വിശ്വാസിയും വിടുന്ന ഓർത്തോണം. എൻ്റെ സഭയിൽ ഒരു പയ്യനെ അവൻ രക്ഷിക്കപ്പെടും. നല്ല മിടുക്കനായിരുന്നു. എന്തോ കഞ്ഞി വെക്കാനും കറി വെക്കാനും എല്ലാം ഭയങ്കര ഉത്സാഹിയാണ്. പക്ഷേ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം അടിക്കും. അപ്പോൾ അവനൊരു ദിവസം പണ്ട് ബിവറേജ് ഉള്ള സമയത്ത് ബിവറേജിൻ്റെ മുമ്പിൽ പോയി കുപ്പി മേടിക്കാൻ നിൽക്കുക. അപ്പോൾ അതിൻ്റെ പുറകിൽ ഞങ്ങളൊരു പയ്യൻ അച്ഛനുണ്ട്, ഇച്ചിരി അടിക്കുന്ന അച്ഛനാണ്. പുള്ളി എന്നെ സ്നേഹത്തോടെ അളിയാന്ന് വിളിക്കും. ഞങ്ങൾ റാന്നിക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, ഇച്ചിരി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അളിയന്മാരാണ്. തിരുവനന്തപുരത്ത് അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരു കുപ്പി വന്നു, എല്ലാവരും ആരായി? അളിയനാകും. അപ്പോൾ ആ പുള്ളി എന്നെ വിളിച്ചു, അളിയാ. ഞാൻ ചോദിച്ചു, എന്താ അളിയാ? പിന്നെ പെട്ടെന്ന് വാ, എന്നാണ്? ഇട്ടിപ്പാറ വരണം, അവിടെ ബിവറേജ് എന്ന്. ഞാൻ ചോദിച്ചെന്തിന്? എനിക്കിപ്പോൾ നേരമൊന്നുമില്ല, കാര്യം പറ. അവിടെ വന്നേ ഒക്കത്തുള്ളൂ. ഞാൻ ചോദിച്ചു, എന്തിനാ വരുന്നേ? അത് ഇന്നാരിവിടെ കുപ്പി മേടിക്കാൻ നിൽപ്പുണ്ട്, നമ്മുടെ സഭയിൽ വരുന്ന ചാനപ്പെട്ട ആണോ? ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ വരാം, അതുകൂടി ഒന്ന് നടക്കാം, അവൻ കാണട്ടെ, പിന്നെ വരാതിരിക്കുമല്ലോ, ഞാനിപ്പോൾ വന്നേക്കാം. ഞാൻ ചോദിച്ചു, അളിയൻ എവിടെ നിൽക്കുന്നത്? ഞാൻ അവൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. എവിടെ നിൽപ്പുണ്ട്? പുറകിൽ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും കുപ്പി മേടിക്കാൻ നിൽക്കാം, പക്ഷേ ഇവനെവിടെ നിൽക്കരുത്. അളിയനിവിടെ നിൽക്കും, പക്ഷേ ഇവനിവിടെ നിൽക്കരുത്. എന്താ കാര്യം? അവൻ്റെ അറ്റത്ത് എന്തോ കെട്ടിയിട്ടുണ്ട്, മണി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അറിയണം, നമ്മുടെ ദേഹത്ത് എന്തോ ഉണ്ട്? മണിയുണ്ട്. സാധാരണഗതി പറയും, അപ്പൻ്റെ മാനമാണ് മക്കളുടെ മാനം, അപ്പൻ്റെ മാനം. വിശ്വാസിയുടെ മാനമാണ് സഭയുടെ മാനം. വിശ്വാസിയുടെ മാനമാണ് സഭയുടെ മാനം. അതുകൊണ്ട് എല്ലാ മക്കളും ഓർത്തോണം, എന്ത് കെട്ടി വെച്ചിട്ടുണ്ട്? മണി കെട്ടി വെച്ചിട്ടുണ്ട്. ഏത് പെണ്ണിനും പ്രേമിക്കാം, ഏത് പെണ്ണിനും ഇറങ്ങിപ്പോകാം. അതിനെന്താ? വ്യക്തി സ്വാതന്ത്ര്യമാണ്. 18 തികഞ്ഞോ പോകാം. ആരാ പഠിപ്പിച്ചേ? അത് ഓർത്തോണം. ഈ അടുത്തിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. എന്നെ ഒരാൾ വിളിച്ചു, പറഞ്ഞു പെണ്ണ് പോയി. ഞാൻ ചോദിച്ചു, എത്ര വയസ്സായി? 17 ആയതുള്ളൂ, +2 പഠിക്കുക. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ടിരുന്നു, ഒന്നും പേടിക്കണ്ട. 18 ആയില്ലല്ലോ? ഇല്ല. അവളെ പോലീസ് സ്റ്റേഷൻ, നിങ്ങൾ ആരോടും പറയുകയും ചെയ്യരുത്, പെണ്ണിൻ്റെ ഭാവിയാണ്. പഠിപ്പിക്കാം, മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുവരും, ചേംബറിൽ കൊണ്ടുവരിക്കാം, ആരും അറിയാതെ ഇറക്കിക്കോളാം. അവർ പറയും, എത്ര ആകട്ടെ? പ്രായപൂർത്തിയാകട്ടെ. സമാധാനമായി. നിങ്ങൾ എൻ്റെ കൊണ്ടത്തെ ഞാൻ ഇടപെടാം. നിങ്ങൾ കിടന്ന് ബഹളം വെക്കല്ലേ, അടിപൊളി ആക്കരുത്, ആരോടും പറയരുത്, ഇത് ഞാൻ ക്രമീകരിച്ചോളാം. നമ്മുടെ അത്യാവശ്യ സൗഹൃദങ്ങളൊക്കെ ഉപയോഗിച്ച് ഇത് ചെയ്യാം. ആരും അറിയാതെ പെണ്ണെ ഞാൻ വീട്ടിൽ കൊണ്ടുവരാം. അതിനെ മനസ്സ് മാറ്റുന്ന കാര്യം, അതിനെ രക്ഷപ്പെടുത്തുന്ന കാര്യം എനിക്ക് നിങ്ങൾ ആരും ബേജാറാകണ്ട, എന്നെ ഏൽപ്പിച്ചേരെ. എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ ഒരു ബന്ധു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കരഞ്ഞുകൊണ്ട്, ഇന്നലെ 18 അപ്പം പോലും അറിഞ്ഞില്ല. പക്ഷെ ചെറുക്കൻ അറിഞ്ഞു ഇന്നലെ. ഈ 18 ആയതുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ആരാ പറഞ്ഞേ? 18 ആയതുകൊണ്ട് എല്ലാം തികഞ്ഞു എന്ന് ഇവളോടൊക്കെ ആരാ പറഞ്ഞേ? അഹങ്കാരികളെ 18 ആയിട്ട് പോയാൽ 19 കട്ട പുകയായിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് എവിടെ പോയാലും ഓർത്തോണം, നമ്മുടെ ദേഹത്ത് എന്തോ കെട്ടിയിട്ടുണ്ട്, മണി കെട്ടിയിട്ടുണ്ട്. അതൊരു റെസ്ട്രിക്ഷനാണെന്ന് ചോദിച്ചാൽ അതൊരു റെസ്ട്രിക്ഷനാണ്. ആർക്കും എന്തും ചെയ്യാം, പക്ഷേ വിശ്വാസിയാണോ? മണി കെട്ടിയിട്ടുണ്ട്. ഞാൻ പുരോഹിതനാ, എൻ്റെ ദേഹത്തൊരു മണിയുണ്ട്. 2022 നമുക്കൊരു കാര്യം തീരുമാനിക്കണം. ദൈവമേ, ദൈവനാമം ദുഷിക്കുന്ന ഒരു ശബ്ദവും കേൾപ്പിക്കാൻ ഇടയാകരുത്. ഇവിടെ കുറേ പേര് ഇരിപ്പുണ്ട്,
ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ എന്തുണ്ട് കുറ്റമെന്ന് മാത്രം നോക്കാൻ. പാവം പിടിച്ച ഒരു ഉപദേശി പറഞ്ഞു, പെട്ടിയെടുത്ത് ബോഡി വെക്കാം. ഇതൊക്കെ പെട്ടിയെടുത്ത് മക്കളെ ആർക്കാ തെറ്റാത്തേ? പക്ഷെ അത് മാത്രം കട്ട് ചെയ്തിടുമ്പോൾ ഓർത്തോണം, ഇതിനു വേണ്ടി കുറേ പിരിപ്പുണ്ട്. നമ്മളെല്ലാവരും പറയുന്നത് ഇതിലൊക്കെ വലിയ അബദ്ധം പറഞ്ഞിട്ടില്ലയോ? പെട്ടിയെടുത്ത് ചമ്മലുകളാണ് ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ ഒരു ചേച്ചി കല്യാണം കഴിഞ്ഞ് എന്നാൽ വീട്ടിലോട്ട് അമ്മച്ചി പറഞ്ഞിടി ആ പുട്ടുകുടത്തി ഇച്ചിരി പുട്ട് വെച്ചേക്കാൻ. ചേച്ചി വെച്ചു. പുട്ടുകുടത്തി പുട്ട് വെച്ചിട്ട് അടുപ്പ് വെച്ചു. ഒരു തുടം വെള്ളം കുടകത്തില്ലായിരുന്നു. MSc ഗ്രാജുവേറ്റാ. പക്ഷെ ചേച്ചി പറഞ്ഞു, അമ്മച്ചി ചിരിച്ചു. അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. അടുത്ത് പിന്നെ പഠിച്ചു, പുട്ടുകുടത്തിൽ എന്തോ ഒഴിക്കണം, വെള്ളം ഒഴിക്കണം. മിസ്റ്റേക്സാണ് നമ്മളെ പഠിപ്പിക്കുക. പക്ഷെ ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. ചമ്മലുകളല്ലേ നമ്മുടെ ആകെ ജീവിതം. പിന്നെ തിരിഞ്ഞ് ചിരിക്കാൻ ഇതൊക്കെയല്ലേ ഉള്ളൂ. അപ്പം ചിരിക്കണമെങ്കിൽ തെറ്റ് പറ്റണം. പക്ഷേ എപ്പോഴും ഓർത്തണം, ആ തെറ്റിനപ്പുറത്ത് എൻ്റെ ദേഹത്ത് എന്തോ കെട്ടിയിട്ടുണ്ട്, മണ് കെട്ടിയിട്ടുണ്ട്. കര ഉയർത്തി ഒന്ന് പറഞ്ഞേ, ദൈവമേ, ദൈവനാമം ദുഷിക്കുന്ന ഒരു ശബ്ദം കേൾക്കാൻ നമ്മുടെ വിശ്വാസ സമൂഹത്തിന് ഇടയാകരുത്. ഇത് ലൈവ് കേൾക്കുന്നവരെല്ലാം എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണേ. ഒരു വാക്കറിയാതെ പറഞ്ഞു പോയാൽ മതി. ദൈവമേ, അതുകൊണ്ട് എന്നും പ്രാർത്ഥിക്കണം. ആദരദ്വാരത്തിന് കാവൽ ചെയ്തോണേ കർത്താവേ. നമ്മളൊക്കെയാണ് ഈ ഫ്രീ മൈൻഡാണ്. അല്ലാതെ സൂക്ഷിച്ച് ഇന്ന് വളരെ ഗൗരവപ്പെട്ടൊന്നും പറയാൻ എനിക്കൊന്നും അറിയത്തില്ല. നമ്മൾ വായി വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ തമ്പുരാനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പറയുന്ന ആൾക്കാരാ. അത് എങ്ങനെ ഇരിക്കുകയാണ്. കര ഉയർത്തി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ശത്രുവിന് ആഘോഷിക്കാൻ ഒരു ശബ്ദം കേൾക്കാനിടയാകരുത്. ശത്രുവിന് ആഘോഷിക്കാൻ ഞാൻ വളരെ ശാന്തമായിട്ട് പറയുന്നെങ്കിലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയതല്ല. ശത്രുവിന് ആഘോഷിക്കാൻ ഒരു വഴി ഉണ്ടായില്ല. കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേറ്റ് ചെയ്യുന്നേ. ഒരു 20 മക്കൾ, കല്യാണം കഴിക്കാത്ത മക്കൾ, കൊച്ചു പെൺപിള്ളേർ, ആൺപിള്ളേരെല്ലാം എഴുന്നേറ്റ് ചെയ്യുന്നേ. യൂത്ത്സ് അല്ലേ, കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചേ. ഒരു നിങ്ങളുടെ മാനമാണ് സഭയുടെ മാനം. നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളെ കെട്ടിച്ച് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് സ്റ്റേജിൽ കയറി എന്ന് പറയണം, ഈ കൊച്ച് ഞങ്ങളുടെ കൊച്ചാണ്, ഞങ്ങളുടെ വർഷിപ്പിലുള്ളതാണ്, ഞങ്ങളുടെ കൊയർ ടീമാണ്, ഞങ്ങളുടെ യൂത്താണ്, ഞങ്ങളെ ധൈര്യത്തോടെ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുക എന്നൊക്കെ പറയണം. അന്നൊരു ദിവസമുള്ളൂ മക്കളെ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നാട്ടുകാരുടെ മുമ്പിൽ ഞെളിഞ്ഞൊന്ന് നിൽക്കാൻ നിൽക്കുന്ന ദിവസം. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നാട്ടുകാരുടെ മുമ്പിൽ ഞെളിഞ്ഞ് നിൽക്കാൻ ഒക്കുന്ന വലിയൊരു ദിവസം നിങ്ങളുടെ കല്യാണമാണ്. അന്ന് അവരുടെ തല ഉയരണം. അതിന് മുമ്പ് ആരും ശബ്ദം കേൾപ്പിക്കല്ലേ. കേട്ടോ മക്കളെ? ശബ്ദം എവിടെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ ഇപ്പം അത് കണ്ടിച്ച് കളഞ്ഞോണം. 2022 ശബ്ദം കേൾപ്പിക്കരുത്. കൈ ഉയർത്തിപ്പിടിച്ചേ. ഇവർക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ലൈവിലുള്ള മക്കൾ എഴുന്നേറ്റ് നിന്നേ. ലൈവിലുള്ള മക്കൾ എഴുന്നേറ്റ് നിന്നേ. ഗൗരവമായിട്ട് ലൈവിലുള്ള മക്കൾ എഴുന്നേറ്റ് നിന്നേ. നിങ്ങളുടെ പേരൻസിനോട് പറ പ്രാർത്ഥിക്കാൻ. അല്ലെ അപ്പച്ചൻ്റെ അമ്മച്ചൻ്റെയൊക്കെ എടുക്ക പോയി ഇന്ന് പ്രാർത്ഥിച്ചേ. കുഞ്ഞുങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചേ. ദൈവനാമം ദുഷിക്കുന്ന ഒരു ശബ്ദം കേൾക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ രക്തം ഇവർക്ക് അടയാളം കാവലുമായിട്ടിരിക്കട്ടെ. ഈ മക്കളുടെ ഭാഗത്തുനിന്ന് ദൈവനാമം ദുഷിക്കുന്ന ഒരു ശബ്ദം കേൾക്കാൻ ഇടയാകാതെ, പ്രിയരെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കുന്ന കേൾക്കുവാൻ ഇടയാക്കണം. അനുഗ്രഹിക്കുന്ന ഈ മക്കളെ യേശുവിൻ നാമത്തിൽ ആമേൻ. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞേ, മണി കെട്ടിയിട്ടുണ്ടെന്ന്. ചുമ്മാ അങ്ങ് പറഞ്ഞു, മണി കെട്ടിയിട്ടുണ്ട്. അല്ല, ഇനി പിള്ളേരെ പറഞ്ഞുകൊണ്ട് വലിയൊരു സേഫ് ആകണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പറഞ്ഞു, മണി കെട്ടിയിട്ടുണ്ടെന്ന്. ചുമ്മാ ഒക്കെ പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കുമ്പോൾ ഓർത്തണം, എന്തോ കെട്ടിയിട്ടുണ്ട്, മണി കെട്ടിയിട്ടുണ്ട്. പിള്ളേരെ ശബ്ദം ഉയരുമ്പോൾ ഓർത്തണം, എന്ത് കെട്ടിയിട്ടുണ്ട് ഇരുന്നു. ഏഫോദിൻ്റെ അറ്റത്തൊരു മണി. എന്തിനായി മണി കെട്ടിയേ? കേൾക്കാൻ. അതുകൊണ്ട് സൂക്ഷിച്ച് പുരോഗതി നടക്കാനൊക്കെ. സംഭവം ഭയങ്കര ഗുമ്മ, വൈഡൂര്യം, മരതകം, മാണിക്യം, വജ്രക്കല്ല്. പക്ഷേ മണിയുണ്ട്. മണി. എന്നിട്ട് എന്തിനാ ഈ മണി എട്ടിയേക്കുന്നേ? അതാണ് വലിയൊരു അത്ഭുതം. അതിൻ്റെ 35 ശുശ്രൂഷ ചെയ്യില്ല, ആഗ്രഹം ധരിക്കണം. യഹോവയുടെ മുമ്പാകെ വിശുദ്ധമന്ദിൽ കടക്കുമ്പോഴും പുറത്തു വീഴുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് ശബ്ദം കേൾക്കണം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത് ഒരു അപകടമാണെന്ന് നമുക്ക് തോന്നിയാലും, അസ്വാതന്ത്ര്യമാണെന്ന് തോന്നിയാലും, പിന്നെ ഗുണമുണ്ട്. നാം പാപം ചെയ്ത് ചത്തുപോകാതിരിക്കാൻ ദൈവം തമ്പുരാൻ കെട്ടിവെച്ച മണിയാ. ഇതൊരു സുഖമാണ് അല്ലേ? ഇതൊരു നല്ലതാണ്. എന്ത് കേൾക്കണം? അതിൻ്റെ ശബ്ദം കേൾക്കണം. ഇനിയും തങ്കം കൊണ്ട് ഒരു പട്ടം ഉണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് മുദ്രകൊത്തായി വെക്കണം.
പുരോഹിതൻ അതിൻ്റെ മുടിമേലിരിക്കേണ്ട നീലച്ചേർട്ട് കൊണ്ട് കെട്ടണം. മുടിയുടെ മുൻഭാഗത്ത് ഇരിക്കണം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം വഹിക്കേണ്ടത്. ഇനി ഹൃദയത്തിൽ വഹിക്കണം, ചുമലി വഹിക്കണം, ഇനി എവിടെ വഹിക്കണം? കുറ്റം വഹിക്കണം. അപ്പം ജനത്തിൻ്റെ കുറ്റം വഹിക്കേണ്ടത് ആരാ? പുരോഹിതൻ. ചെറിയ കാര്യമല്ല മക്കളെ. അതുകൊണ്ടായി പലരും അകാലത്തിൽ പ്രായമായി പോകുന്നത്. സത്യം വഹിക്കുക. നിങ്ങൾ നോക്കുമ്പോൾ മാണിക്യം, മരതകം, വൈഡൂര്യം, വജ്രക്കല്ല് അടിച്ച് പൊളിച്ച് വരിക. പക്ഷെ വഹിച്ച് കുറ്റം വഹിക്കണം. ഇത് നെറ്റിയിരിക്കണം, ഇതെല്ലാം ധരിക്കണം. അപ്പോൾ ഇത്രയും ധരിച്ചുകൊണ്ട് പുരോഹിതൻ വരുമ്പോൾ എന്തൊരു ഗുമ്മായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വരുമ്പോഴേ ചെന്ന് നേരത്തെ പറയും, ഞങ്ങളുടെ കല്യാണത്തിന് പാസ്റ്റർ വരണം. എന്താ കാര്യം ചോദിച്ചാൽ, പാസ്റ്റർ അവിടെ വരുന്ന ഒരു അരങ്ങാണ് ഇത്രയെല്ലാം വെച്ചോണ്ട്. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമ്പോൾ ഒരു ഇത് വേണ്ടേ? അപ്പം അതിന് പാസ്റ്ററെ നേരത്തെ ബുക്ക് ചെയ്യണം. പാസ്റ്റർ ഡയറി നിറച്ച് കല്യാണം. ഇനി ശവടക്കിനാണെങ്കിലും ശവത്തിന് ഒരു ഗുമ്പ് വേണ്ടേ? അപ്പം അതിനും ആര് വേണം? പാസ്റ്റർ വേണം. പാസ്റ്ററൊക്കെ വരുന്ന വലിയ സംഭവമാണ്. പ്രധാനം ശുശ്രൂഷ ചെയ്യണം, ഗുമ്മ. പക്ഷെ ഇതെല്ലാം പുരോഹിതൻ ധരിക്കണം. കാണുമ്പോൾ ഭയങ്കര സംഭവമാണ്, പുറത്ത് നോക്കുമ്പം ഭയങ്കര. പുറത്ത് നോക്കുമ്പോൾ ആരാ? ഭയങ്കര. പ്രിൻസിപ്പാസാരാ? പ്രിയങ്കരൻ, ഭയങ്കരൻ. സന്തോഷം, എല്ലാവർക്കും സന്തോഷമാണ്. പ്രിൻസിപ്പാസയുടെ വിശ്വാസികളാകണമെന്ന് ആഗ്രഹിക്കുന്നവരാ, എല്ലാം സന്തോഷം. പക്ഷെ ഇതെല്ലാം പുരോഹിതനെ ധരിപ്പിക്കണം. എന്നിട്ട് പുരോഹിതനോട് തമ്പുരാൻ പറഞ്ഞു, ഇതെല്ലാം ധരിച്ചിട്ട് ഇനി ഞാൻ പറയുന്നത് അൺപാർലമെൻ്ററി അല്ലെങ്കിൽ ഇച്ചിരി ലോക്കൽ ലാംഗ്വേജ് ആയി പോയെങ്കിൽ എന്നോട് ഒന്ന് ക്ഷമിക്കണം. നിങ്ങളുടെ സഭയിൽ എനിക്കൊരു സ്വാതന്ത്ര്യം തോന്നുന്നുണ്ട് പറയുക. ഇതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഇതെല്ലാം നീ ഉണ്ടാക്കണം. നടുക്കെട്ട്, തലപ്പാവ് എല്ലാം ഉണ്ടാക്കണം. എന്നിട്ട് ഏറ്റവും കൂടി എന്തോ ചെയ്യണമെന്നറിയാം? 42 അവിടെ നഗ്നത മറപ്പാൻ ചണനൂൽ കൊണ്ട് കാൽച്ചട്ട ഉണ്ടാക്കണം. അര തുടങ്ങി തുട വരെ. എന്തായിരിക്കും ചണനൂൽ കൊണ്ടെന്ന് പറയുമ്പോൾ? എന്താ? ചാക്കാണ്. മേളി ഭയങ്കര ധൂമനൂൽ, പഞ്ഞനൂൽ, പൊന്ന്, മരതകം, വൈഡൂര്യം, മാണിക്യം എല്ലാം ഉണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ അകത്തിടുന്നത് അര തൊട്ട് മുട്ടുവരെ എന്നാ എഴുതിയിരിക്കുക. അര തൊട്ട് മുട്ടുവരെ ഇടണം. എന്തിടണം? ഇന്നറിടണം. പച്ച മലയാളത്തിൽ അണ്ടർവെയർ ഇടണം. അണ്ടർവെയർ ഇന്ന് വരെ ആരെങ്കിലും ചാക്കുകൊണ്ട് തയ്ച്ചിട്ടിട്ടുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഒരു ചാക്ക് തയ്ച്ചിട്ട് നോക്കുക. ഒന്നും വേണ്ട. എന്നോടൊരാൾ പറഞ്ഞു, ഒരു കാൽനട പ്രചരണജാഥയ്ക്ക് പോയി 10 കിലോമീറ്ററോ 20 കിലോമീറ്ററോ നടന്നു. 2 ദിവസം കൊണ്ട് എഴുന്നേറ്റ് കിടക്കാൻ പോയി. തുടയെല്ലാം പൊട്ടിപ്പോയി. കാരണം നടന്ന് തുട വരഞ്ഞ് മുറിഞ്ഞു പോയി. അപ്പോൾ ഈ നമ്മൾ സാധാരണ എല്ലാവരും ഇന്നർ ഇടുന്നത് കട്ടിയുള്ളതാണോ സോഫ്റ്റാണോ? ഏറ്റവും സോഫ്റ്റാണ് എല്ലാവരും ഇന്നർ ഇടുക. പക്ഷെ പുരോഹിതൻ്റെ ഇന്നർ എന്താണ്? ചണനൂല് കൊണ്ടുള്ള ഇന്നറാണ്. ഈ ചണനൂല് കൊണ്ടുള്ള ഇന്നർ ഇട്ട ഒരു കുഴപ്പമുണ്ട്. ഇതിടുമ്പം ഒന്നീ ചൊറിയും. ചാക്കയെ പിടിച്ചാൽ എന്താ പറ്റും? എടുത്ത് എല്ലാം തയ്പ്പിച്ചിട്ട് ചൊറിയും, അല്ലെങ്കിൽ മുറിയും, നീറുമ്പോൾ ഈ ധൂമർനൂലും എന്താണ് നരതകവും മാണിക്കും മജ്ജർക്കല്ലും എല്ലാം ഇട്ടുകൊണ്ട് വന്ന് കല്യാണം നടക്കിനിടയ്ക്ക് ചൊറിയാൻ ഒക്കുവോ? നീറിപ്പോകഞ്ഞ് അതിനിടയ്ക്ക് സ്റ്റേജിൽ AC കാണത്തില്ല. ചൊറിഞ്ഞ് നിൽക്കാൻ ഒക്കുവോ? ഇല്ല. പക്ഷേ ഈ പുരോഹിതൻ്റെ ദേഹത്ത് എപ്പോഴും ഒരു നീറ്റലുണ്ട്. അതാരും കാണാത്തൊരു നീറ്റലാണ്. അരയോട് പറ്റിയുള്ളൊരു നീറ്റൽ. അതെന്തിനായിരിക്കാം? 2-3 കാര്യങ്ങളോടുണ്ട്. ഞാൻ കണ്ട പല പുരോഹിതരുടെയും നീറ്റലുള്ളവരാ. എൻ്റെ അപ്പൻ 50 വർഷം ശുശ്രൂഷിച്ചു. 50-52 വർഷം. അഹങ്കാരം പറയല്ല. എന്നാൽ ചെറിയൊരു അഭിമാനത്തിൽ പറയട്ടെ, ഒരു തുണ്ട് വസ്തു താൻ ദൈവനാമത്തിൽ തനിക്ക് വേണ്ടി മേടിച്ചിട്ടില്ല. ഉള്ളത് മുഴുവൻ സഭയ്ക്ക് എഴുതി കൊടുത്തു. ഒരായുസ് കൊണ്ട് ഒത്തിരി ഹോള് വെച്ചു, ഒത്തിരി ശവക്കോട്ട് വെച്ചു. പക്ഷെ 25 വർഷം നോക്കിയിരുന്നു, പെങ്കൊച്ചു ചാകുമോ. രാത്രി ഫോൺ വരുമ്പം പേടിച്ചെടുക്കുക. 25 വർഷം. എൻ്റെ ചോദ്യം അതായിരുന്നു. പാപമാണെങ്കിൽ ക്രൂശി മാറത്തില്ലേ? ശാപമാണെങ്കിൽ ക്രൂശി മാറ്റാത്ത ശാപമുണ്ടോ? പിന്നെന്തിനാ ഒരപ്പനിങ്ങനെ മോടെ
മരണം മുന്നിൽ കണ്ട് നീറി നീറി മരിച്ചേ. ഒരു നീറ്റൽ, ആരും കാണാത്തൊരു നീറ്റൽ. എൻ്റെ അപ്പൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവരൊന്നിച്ച് കുടിച്ച് നടന്ന ഒരു ദിവസം ഒരു കുപ്പി ഇവരെല്ലാം കൂടെ ഒരു കുടം കള്ള് കുടിക്കാമെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന എൻ്റെ അപ്പനായിരുന്നു. കുടി നിർത്തി. അപ്പോൾ അവസാനമായപ്പം തീരെ വയ്യാതായി. എൻ്റെ അപ്പൻ്റെ ഫസ്റ്റ് കസിൻ, അവരൊരു പ്രായക്കാരോ, ഒരു വയസ്സൊക്കെ വ്യത്യാസം, ചോല ബാഹുക്കളാണ്, ഇവരെല്ലാം ഭയങ്കര സൈസുകളാണ്. ഇവർ വന്നിട്ട് പറഞ്ഞു, എടാ പോയി നിനക്ക് വയ്യാടാ. ഇല്ല. എടാ അത് എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്നും ഇച്ചിരി അടിക്കണോടാ, എന്നാൽ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ശരിക്കും ഫങ്ഷൻ ചെയ്തു. ഞാനിപ്പോഴും ഇന്നലെ ഒരു കുപ്പിയും ഒരു ചിക്കനും തിന്നും. അടാടാ നമ്മുടെ ബലം, നീ ചുമ്മാ ഇച്ചിരി അടിക്കടാ, ഇങ്ങനെ ഇരുന്ന് വലിക്കാതെ. മദ്യം നിർത്തി അപ്പനോട് ഒന്ന് പറയുമ്പോൾ എന്നും ഒരു ബ്രാൻഡി കഴിച്ചവന് ഒരു കുഴപ്പമില്ലത്. പക്ഷെ അന്നത്തെ ബുദ്ധിമുട്ടി മിലിറ്ററി കോട്ട വേണ്ടാന്ന് വെച്ചവൻ എഴുന്നേറ്റ് അടക്കാൻ വയ്യ. എന്താ നീറ്റൽ എന്നെ ചോദ്യപ്പെടുത്തി. വ്യക്തിപരമായ ലൈഫിൽ വല്ലാത്ത നീറ്റലിലൂടെ എളിയവനും പോയി. സോറിയാസിസ് വന്നു, പെങ്ങളുടെ മരണം പൊട്ടി. 100 ദിവസം ആശുപത്രി കിടന്ന് നീറി എൻ്റെ പെങ്ങൾ മരിച്ചു. 50 വർഷം ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഞാൻ തമ്പുരാനോട് ചോദിച്ചു, എന്നോട് ഈ ഭാഗം പറഞ്ഞു, ഒരു നീറ്റിലാണ് പുരോഹിതൻ്റെ വിജയം. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. എൻ്റെ ശുശ്രൂഷയിൽ എത്രയോ പേരുടെ ക്രിയാറ്റിൻ ലെവൽ കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ അടുക്ക വന്ന് എത്ര പേരുടെ കിഡ്നി സൗഖ്യമായിട്ടുണ്ട്. അവരിപ്പല്ല ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ തൻ്റെ മകൾ നീറി മരിച്ചു. ചോദ്യങ്ങളുമായി ഞാൻ തമ്പുരാൻ്റെ അടുക്ക വന്നപ്പം തമ്പുരാൻ പറഞ്ഞു, ആർക്കും ഇല്ലാത്തൊരു നീറ്റലുണ്ടോ? ഒരു കാര്യമുണ്ട്, ആര് വരുന്നവൻ്റെ നീറ്റനെ മനസ്സിലാക്കാൻ ഹൃദയമുണ്ടാവും. നീറ്റലുള്ളവനെ നീറ്റന് മനസ്സിലാകത്തുള്ളൂ. ക്ഷമിക്കണേ, ഇന്ന് രക്ഷിക്കപ്പെട്ടു, നാളെ കൃപാവരം കിട്ടി, ഒരു ദൂത് പറഞ്ഞു, അതങ്ങൊത്തു, അതോടുകൂടി വാർത്തയായി. പിന്നെ ഗൾഫ്, അമേരിക്ക, കാനഡ, 365 ദിവസം ശുശ്രൂഷ, പിന്നെ കാറ്, വീട്, ഫ്ലാറ്റ്. ഇവർ കയറി നിൽക്കുമ്പം ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാവും. പക്ഷെ ഹൃദയത്തെ തൊടുമെന്ന് എനിക്കൊരു സംശയമാണ്. പക്ഷേ നീറി വന്ന ദൈവദാസന്മാരുണ്ട്, അവരൊരു വാക്ക് പറഞ്ഞാൽ ജീവൻ വ്യാപരിക്കും. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. എന്താ ചോദ്യത്തിനൊപ്പം എല്ലാവരും അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എളിയവൻ പലപ്പോഴും തമ്പുരാനോട് ചോദിച്ചു, സഭയ്ക്ക് ഒരു പ്രയോജനം ചെയ്യാത്ത, ശുശ്രൂഷയിൽ അത്യാവശ്യം കൊണ്ട് നേട്ടങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളവരുടെ മക്കൾ എഞ്ചിനീയർ, ഡോക്ടർ, പക്ഷെ ഒരാഴ്ച കഷ്ടപ്പെട്ട ഒത്തിരി പേരുടെ മക്കൾ എങ്ങും എത്താൻ നിൽക്കുമ്പോൾ പാപമാണോ? ആണെങ്കിൽ ഒരാളെ കൊണ്ടുവരണം. ശമൂവേല ദാൻ മുതൽ ബർശബ വരെ വിശ്വസ്ത പ്രവാചകനായി. പക്ഷേ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ശമ്മൂവേലിൻ്റെ പുസ്തകത്തിൽ 7-ാമത് അധ്യായത്തിൽ വരുമ്പോൾ യോവേലും അബിയാവും കൈക്കൂലി മേടിച്ച് ദുരാഗ്രഹികളായി. ഞാൻ തമ്പുരാനോട് ചോദിച്ചു, ശമൂവേൽ വിശ്വസ്തനല്ലേ? വയസ്സാം കാലത്ത് മൂപ്പന്മാർ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ മക്കൾ വഴി നടക്കുന്നില്ല. ശമൂവേലിനെ വിളിച്ച് ഞാൻ ചോദിച്ചു. ശമൂവേൽ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ നയാ പൈസ കൈക്കൂലി മേടിച്ചിട്ടില്ല. പിന്നെ ഇതെന്താ? അറിയില്ല, ചണനൂൽ കൊണ്ടുള്ളൊരു കാൽച്ചട്ട. എന്തിനാ? ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. 2, യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച ആശ്വാസം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആർക്കുമില്ലാത്തൊരു വേദനയെ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, ആർക്കുമില്ലാത്തൊരാശ്വാസം ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയും. ഞങ്ങളുടെ ഒരു പാസ്റ്റർ മരിച്ചുപോയി, പാസ്റ്റർ റജി വർഗീസ്, ശക്തനായ കൺവെൻഷൻ പ്രാസംഗികൻ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അന്നത്തെ ഉയർന്നു വന്ന ഒരു താരം പോലെ ഒരു കാലഘട്ടത്തിൽ
മലങ്കരയിൽ. അന്ന് ആ സമയത്ത് അധികം ഈ സോഷ്യൽ മീഡിയ സജീവമല്ല. കൺവെൻഷൻ വേദികളിലെ സ്ഥിര സാന്നിധ്യം ചെറുപ്പക്കാരൻ. MC റോഡിൽ ആക്സിഡൻറ്റിലെ ചെറുപ്പക്കാരൻ മരിച്ചു. വലിയ ആഘോഷമായി അദ്ദേഹത്തെ ഞങ്ങൾ അടക്കി. തിരുവല്ലായി കൊണ്ടുവന്ന് പൊതുദർശനം വെച്ചു. എളിയവൻ്റെ സ്ഥലത്ത് കൊണ്ടുവച്ചു. ആയിരങ്ങൾ തിങ്ങിക്കൂടി. അവസാനം മുണ്ടക്കയത്തോട്ടൊക്കെ വിലാപയാത്ര പോയപ്പോൾ ടൗണൊക്കെ നിശ്ചലമായി. മണിക്കൂറുകൾ, നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ഒരു രാജാവിനെ കൊണ്ടുവന്ന പോലെ കൊണ്ടുപോയി അടക്കി. അടക്കം കഴിഞ്ഞപ്പോൾ അന്നേരം എൻ്റെ പിതാവ് പറഞ്ഞു, പെട്ടെന്നൊരു മീറ്റിംഗ് കൊണ്ട് വിളിച്ചുകൂട്ടി കുടുംബത്തെ ഉദ്ധരിക്കണം. അന്ന് ഒറ്റ ദിവസം കൊണ്ട് 20 ലക്ഷം രൂപ ടാർഗറ്റ് ഇട്ട് ഞാൻ ആ കമ്മിറ്റിയുടെ സെക്രട്ടറി. അതിനുവേണ്ടി ഓടിയ ഒരാൾ ഞാനായിരുന്നു. അങ്ങനെ അവരുടെ വേണ്ട ഉദ്ധാരണത്തിനുള്ള മുഴുവൻ പൈസയും ഞങ്ങൾ റേസ് ചെയ്തു. മിടുക്കി മോളെ പഠിപ്പിക്കാൻ +2 കഴിഞ്ഞ മോളെ പഠിപ്പിക്കാൻ 4 വർഷത്തേക്കിന് ജോസ്കോ സ്ഥാപനത്തിൽ പോയിരുന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഓരോ വർഷത്തെ ഫീസ് കൃത്യമായി വരുന്ന പോലെ ബാങ്കുമായിട്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചാർട്ടേഡ് അക്കൗണ്ടിനെ വെച്ച് ഞങ്ങൾ എത്ര രൂപ പലിശ കൂട്ടിയാൽ കൂടെ വരുമ്പോൾ ആ വർഷത്തെ ഫീസാകും. 4 വർഷത്തെ ഓരോ ഫീസ് ഇട്ടു. പിന്നെ അതിനെ കെട്ടിക്കാനുള്ള പൈസ ഇട്ടു. പിറ്റേ ദിവസം വർഷം ഏതാണ്ട് അതേ ദിവസം വീട്ടിൽ വന്നിട്ട് ജോസ്കോയിലേക്ക് തിരിച്ചു പോയ മോളെ കസിൻ സ്കൂട്ടറെ കൊണ്ടുവിടുമ്പോൾ ഒരു കട്ടറി ചാടി വണ്ടി ഒന്ന് തന്നെ ഇവള് വീണു. തല പുറകോട്ടടിച്ചു. എറണാകുളം വരെ എത്തിച്ചു. മരിച്ചുപോയി. കൃപ മരിച്ചു. ഇത്രയില്ല. കൃപയെ വീട്ടിൽ കൊണ്ടുവച്ചു. ഞങ്ങൾ ചർച്ചയിൽ കൊണ്ടുവന്നു. ഇതുപോലെ കൊണ്ടുപോയി. ആളുകൾ ഒഴുകുകയാണ്. കൃപ മോളെ വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പം ഞങ്ങളൊരു പ്രായമുള്ള അപ്പച്ചയുണ്ട്. അപ്പച്ചയുണ്ട് പറഞ്ഞു, പെൻസുവനെ ഞാൻ ഇങ്ങനെയുള്ളതൊന്നും മാറത്തില്ല. അന്ന് എനിക്ക് കുറച്ചുകൂടെ ഞാൻ ഫ്രീയുമാണ്. മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടായി പിന്നെ എനിക്ക് മാറാൻ പാടാ. എന്നോട് അപ്പച്ചൻ വന്ന് പറഞ്ഞു, മോനെ നീ വല്ലോടൊക്കെ പറയടാ. ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പച്ചൻ ഞാനെന്താ പറയുക. അപ്പോൾ ഒരു അപ്പച്ചൻ എന്നോടൊന്ന് ചോദിച്ചു, ഇതിൻ്റെ ആരാ നടത്തിപ്പ്? എന്നാ അപ്പച്ച? കുറച്ച് സമയം വേണം. എൻ്റെ പൊന്നപ്പച്ച എടുക്ക്, എത്ര വെള്ളം എടുക്കുക, എന്ത് സമയം എടുക്കപ്പച്ച. അപ്പച്ച എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഇവിടെ ആരെയും അറിയത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ പിന്നെ എന്തിനാ വന്നെന്ന്. അത് പറഞ്ഞിട്ട് പറയാം. ഞാൻ പത്രം എടുത്ത് നോക്കും, പിള്ളേർ വല്ലതും മരിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ കുഞ്ഞ് മരിച്ചു, അതിന് വന്നാ. അപ്പം നിങ്ങൾ ചോദിക്കും ഞാനെന്തിനാ വന്നെന്ന്. എനിക്കിതുപോലൊരു പുന്നാര മോളുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ സ്കൂട്ടറിൽ അവിടെ എനിക്ക് ടാറ്റ തന്ന് മുത്തം തന്ന് കയറി നിന്നിട്ട് ആ സ്റ്റെപ്പിൽ നിന്ന് തിരിഞ്ഞു നോക്കി വീണ്ടും ടാറ്റ കടിച്ചിട്ട് പോയി. അന്ന് എന്തോ ഒരു വാക്സിൻ ആ സ്കൂളിലെടുത്തു. അത് അവൾക്ക് അലർജിയായി. വൈകിട്ട് ഞാൻ കാണുമ്പം തൊലിയെല്ലാം ബേസ്റ്റ് ഔട്ടായി മരിച്ച് വിറങ്ങലിച്ച എൻ്റെ മോടെ ശരീരമാണ്. പക്ഷെ അന്ന് തൊട്ട് ഞാനൊരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ മരിച്ചിടത്തൊക്കെ പോവും, പത്രത്തിൽ നോക്കും. അങ്ങനെ വന്നാ എന്നിട്ട് അമ്മയെ നോക്കി പറഞ്ഞു, മോളെ നിൻ്റെ പേരെന്നാ? എൻ്റെ മോളെ നിൻ്റെ മോളെയൊക്കെ നമ്മളിങ്ങനെ മാലാകമാരെ പോലെ കാണുന്ന ഒരു ദിവസമുണ്ട്. സങ്കടപ്പെടല്ലേ മക്കളെ. എന്നിട്ട് അപ്പച്ചനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പിന്നെ ആ വീട്ടിൽ വ്യാപരിച്ച ഒരു ദൈവസാന്നിധ്യമുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, ആർക്കും ഇല്ലാത്തൊരു നീറ്റിലുള്ളവർക്ക് ഏത് നീറ്റിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ അവരുടെ കൈകളിൽ ദൈവം ദൂത് കൊടുത്തിരിക്കുക. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരാൾക്കും ഇല്ലാത്തൊരു നീറ്റൽ നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ സ്പെഷ്യൽ, യു ആർ പ്രിവിലേജ്ഡ്. ഇതിനാ അവരിൽ ജീവനുണ്ടാകാൻ നമ്മളെ മരണം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു പാസ്റ്റർ മരിച്ചുപോയി. ലൈവിൽ പറയുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. മരിച്ചത് നെഞ്ചു പൊട്ടിയാ മരിച്ചേ. രാവിലെ ചർച്ചിൽ ചെന്നപ്പോൾ, സൺഡേ സ്കൂളിന് ചെന്നപ്പോൾ അവിടുത്തെ ഒരു അച്ചായൻ പറഞ്ഞു, നിനക്കൊക്കെ പ്രസംഗിക്കാൻ അറിയാമോടാ, പോയി പെട്ടിക്കട നടത്താൻ. ആ മനുഷ്യന് ക്രോണിക് ഡയബറ്റിക് ആയിരുന്നു. എൻ്റെ സുഹൃത്താ, നെഞ്ചുപൊട്ടി. അവളൊന്നും മിണ്ടിയില്ല. എങ്ങനെയൊക്കെയോ യോഗം നടത്തി. എന്നിട്ട് അടുത്ത വീട്ടിൽ ചെന്ന് ചോറുണ്ടിറങ്ങിയപ്പോൾ അവിടെ പ്രാർത്ഥിച്ചു പോലും, പിതാവേ എന്തെങ്കിലും കുഴപ്പം വന്നാൽ ദോഷം വരുമ്പോൾ ഈ കുടുംബത്തെ ഒഴിച്ചോണം. ഇവരെന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉണ്ട വീട്ടിൽ നിന്ന് അത് പറഞ്ഞിട്ട് പോയി. അന്ന് വൈകിട്ട് ഈ പാസ്റ്ററുടെ മുഖം കറക്കുന്നു. വീട്ടിൽ ചെന്ന് പറഞ്ഞ്, ഇനി അടുത്ത ആഴ്ച പോകുമ്പം പിള്ളേരെ ഒരിക്കലും അവിടെ കൊണ്ടുപോകല്ലേ. അതെന്നാ, അവരുടെ മുമ്പിൽ വെച്ച് എന്നെ വല്ലതും പറഞ്ഞാൽ പിന്നെ അവരെ ഒരിക്കലും പാസ്റ്റർമാരാകത്തില്ല. നമ്മളിതൊക്കെ അങ്ങ് വഹിക്കണ്ടേ. രാത്രി എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. മുഖം ഇരുളുന്നു, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അദ്ദേഹം എന്നെ വിളിച്ചു, പാസ്റ്റർ ബാബു, അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ്. ഞാൻ പറഞ്ഞു, ബാബു പാസ്റ്റർ ഞാൻ ഇത്തിരി ദൂരത്താണ്, പക്ഷെ നമ്മുടെ സുഹൃത്തല്ലേ, എവിടെയെന്ന് വെച്ചാൽ കൊണ്ട് പണം നോക്കരുത്, നമ്മുടെ സൗവനല്ലേ. പുള്ളി പെട്ടെന്ന് കാരിത്താസി എത്തിച്ചപ്പോൾ കാർഡിയാക് അറസ്റ്റ് കഴിഞ്ഞ് 24 മണിക്കൂറായി. നെഞ്ച് സെപ്റ്റിക്കായി. വെന്റിലേറ്ററിൽ കയറി. നെഞ്ച് പൊട്ടി.
എൻ്റെ ദാസൻ മരിച്ചുപോയി. അടക്കം കഴിഞ്ഞ് ഒരു മലയുടെ മുകളിൽ നിൽക്കുക. ഞങ്ങൾ താഴെ ഞങ്ങളുടെ യൂത്ത് എല്ലാം കൂടെ നിൽക്കുക. അപ്പോൾ ഞാനന്ന് അവിടെ ഇന്നുകൊണ്ട് പറഞ്ഞു, ഓട്ടോക്കാർ അവരുടെ ഭരിച്ചാൽ ചിലവെല്ലാം CIT-കാരാ. ഞാൻ പാർഷന്മാർ വരെല്ലാം വിളിച്ച് പറഞ്ഞു, പിരിവന്നേ. ഞാനൊരു കൊട്ടേഷൻ പിരിവെടുത്തു, 100 രൂപ, 50 രൂപ, എത്ര. ഇത് പാർഷ മരിച്ച ചിലവ് പാർഷന്മാരുടെ യൂണിയനാ. നെഞ്ചു പൊട്ടിച്ചത്താ പൈസ തന്നേ. പിരിവെല്ലാം പാർഷന്മാരുടെ വകയായിട്ട് സവട. ഞാൻ എല്ലാ പാർഷന്മാരുടെയും പിടിച്ച് മേടിച്ച് പൈസ തരാൻ മടിച്ചോട്ട് പറഞ്ഞു, താനും ചത്താ വല്ലവരും ഉണ്ടോ? നമ്മളൊക്കെ അല്ലുള്ളൂ. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ? ഒരാവേശം തോന്നി. അടക്കം കഴിഞ്ഞാൽ ഭാര്യ അവിടെ ഫെയിൻ്റായി. ആരും നോക്കിയിട്ട് എഴുന്നേൽക്കുന്നില്ല. പക്ഷെ ഞാൻ താഴെ നിന്നൊരു കാഴ്ച കണ്ടു. മരിച്ചുപോയ റജിപ്പാഷ ഭാര്യയെന്ന് ഈ സഹോദരിയെ കൈ കൊടുത്ത് എഴുന്നേച്ചപ്പോൾ തന്നെ അവരെഴുന്നേക്കുന്നു. ആ വിധവ ഈ വിധവയെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് വരുമ്പോൾ എനിക്കറിയാത്തൊരു ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. ആർക്കുമില്ല ഒരു നീറ്റലുണ്ടെങ്കിൽ പുരോഹിതനോട് പറഞ്ഞു, നിന്റെ അരയോട് ചേർന്ന് ഇറ്റ് ഇസ് ക്ലോസ് ടു യു. പുറങ്കുപ്പായൊന്നും നമ്മളെ തൊടത്തില്ല. പക്ഷെ ഈ നീറ്റല് വലിയ പാടാ. പുറത്ത് കാണാത്തൊരു നീറ്റൽ. അതുള്ളവൻ്റെ പേര് പുരോഹിതൻ. എന്തിനാ? അവൻ മരിക്കരുത്, ജനം മരിക്കരുത്. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന. വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും. വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും. വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ. അത് പാടാൻ കഴിയുന്നവർ ഒന്നിൻ്റെ ആൻസർ ഇവിടെ കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഒരിക്കലും നിത്യതയിൽ എൻ്റെ ദൈവം പ്രതിക്കൂട്ടി നിൽക്കില്ല. അന്ന് ഞാൻ മനസ്സിലാക്കും ഇതിൻ്റെ നന്മ എന്തായിരുന്നു. കരമുയർത്തിക്ക്. കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, ദൈവം വിശ്വസിച്ചാശ്രയി. ആർക്കുമില്ലാത്തൊരു നീറ്റൽ, ആർക്കോടും പറയാൻ കഴിയാത്തൊരു നീറ്റൽ. അവർ ചോദിക്കും, വൈ മീ ലോർഡ്? ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള മനുഷ്യരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു കൂട്ടു സ്നേഹിതനുണ്ട്, എന്നെ കാട്ടി ശാഖയുടെ മൂത്തതാ. ദൈവം രാത്രി പുള്ളിയോടൊന്ന് പറഞ്ഞു, നീ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം, പ്രിൻസിന് നേരെയില്ല, എന്നിട്ട് അവന് ദൂത് കൈമാറണം. ഒരിക്കലും അവൻ്റെ മുമ്പിൽ നീ കയറരുത്, പുറകെ നിന്നോണം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തമ്പുരാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞായറാഴ്ച ഞാൻ വീട്ടിലെ സഭായത്തിനും ഞായറാഴ്ചയും അല്ലെങ്കിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരു കൺവെൻഷന് പോകുമ്പോൾ വിളിച്ചു വയ്ക്കും, ദൂത് എന്താടാ, കിട്ടിയോ വല്ലോ? ഇല്ല, എൻ്റെ കയ്യിലൊന്നും കിട്ടിയിട്ടുണ്ട്, നിനക്ക് തരാം, ബാ. രാത്രി പകലാക്കി എൻ്റെ ദൈവദാസൻ എന്നോടൊപ്പം ഇരിക്കും. ഒരു കൊച്ചു കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ഒരു വചനം പറഞ്ഞു തരും. ഞാൻ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കും, തെറ്റിയാൽ വഴക്ക് പറയും. അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ആശയം വന്നില്ലെങ്കിൽ അന്ന് എനിക്ക് പൂരപ്പാട്ടാ. അത്ര സ്ട്രിക്റ്റാണ് ആ കാര്യത്തിൽ. ഞാൻ ഒരിക്കലും നിൻ്റെ മുമ്പിൽ വരില്ല, നീ മുമ്പിൽ ഓടണം, ഞാൻ പുറകെ നിൽക്കും. ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ദൈവനോട് പറഞ്ഞു, നിത്യതയെ കണ്ടോളാമെന്ന്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ ഞാൻ ദൂത് പ്രിൻസിനെ ഏൽപ്പിക്കുന്നേ? തമ്പുരാൻ പറഞ്ഞു, നിത്യതയിലേക്കാ, അവിടെ വരുമ്പം ബാക്കി പറയാം. ഇങ്ങനെ നേരിട്ട് ദൈവശബ്ദം കേട്ട എൻ്റെ സുഹൃത്ത് വചനത്തിൻ്റെ വിത്ത് എന്നെ കത്തിച്ചു. പക്ഷേ ഇന്ന് ബ്രെയിൻ ട്യൂമറായി, കണ്ണ് കാണുന്നില്ല. ഏറ്റവും വലിയ സങ്കടം,
എടാ വാക്യം വായിക്കാൻ ഒക്കുന്നില്ല, നാളെ വല്ലതും കിട്ടിയോ, നിന്റെ ദൂതുണ്ടോ? ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ ചെയ്ത് വായിക്കാൻ കഴിയാതെ സുഹൃത്തിരിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഞങ്ങളിൽ മരണവും നിങ്ങൾ ജീവനും. പിന്നെ മറ്റൊരു കാര്യം കൂടെ, നിങ്ങളിച്ചിട്ട് പിശാചിന് വന്ന കെണിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് എന്നെ കുത്താൻ ഒരു മുള്ള. ആ മുള്ള് മാറിപ്പോകാൻ ചോദിച്ചവൻ പറഞ്ഞു, വേണ്ട, മുള്ള അവിടെ ഇരുന്നോട്ടെ. പക്ഷെ മുള്ളിൻ്റെ മുകളിൽ ഒരു കൃപയുടെ അധീനത തരാം. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരും. പിന്നെ എന്തിനായി മുള്ള്? ഈ മുള്ളില്ലെങ്കിൽ നമ്മൾ പറയും, കർത്താവേ നീ ഇപ്പോഴെങ്കിലും വരണ്ട, ഈ മുള്ളുള്ള വരും, എങ്ങനെയെങ്കിലും തമ്പുരാനെ വന്നാൽ മതി. എന്താ കാര്യം? ഇവിടുന്ന് അവിടുത്തെ വരവിനെ ബന്ധപ്പെടുത്താൻ തോന്നുന്നത് ഈ മുള്ളുകളില്ലാത്തവർക്ക് കുറച്ചാളുടെ അടിച്ചു പൊളിക്കണം. മുള്ളുള്ളവൻ പറയും, നീ വരണേ കർത്താവേ. കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നവൻ ആര്? നീറ്റലുള്ളവൻ. നീറ്റില്ലാത്തവർക്ക് എന്ത് ബന്ധപ്പാട്? അവർ വെളിപ്പാട് പുസ്തകത്തിലെ മൃഗത്തിൻ്റെ സംഖ്യ അവർക്കറിയാം, യാതൊരു ഗുണമില്ല, ദൈവത്തിനും ഇല്ല, മനുഷ്യയില്ല. വെളിപ്പാട് പുസ്തകം അരച്ച് കലക്കി പ്രസംഗിക്കുന്ന ഒരാളെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇപ്പം അങ്ങർക്ക് മൃഗത്തിൻ്റെ സ്വഭാവമാണെന്ന് പറഞ്ഞു. ഹൃദയം എന്ന് പറയുന്ന സംഭവമില്ല, മൃഗത്തിൻ്റെ സ്വഭാവമാണ് പറഞ്ഞത് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ. പക്ഷേ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ പറയും, ഒന്നും അറിയത്തില്ല, പക്ഷെ അങ്ങനെ വന്നിരുന്നെങ്കിൽ. രാത്രി എന്നെ കേൾക്കുന്നവരെ, ആർക്കും ഇല്ലാത്തൊരു വേദനയുള്ളവർ മനസ്സിലാക്കുക, ആർക്കും ഇല്ലാത്തൊരു ശുശ്രൂഷ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആർക്കും ഇല്ലാത്തൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ണടച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാനിത് പറയുമ്പോൾ 20-ാം ദിവസം അതിശക്തമായൊരു ആരാധന പ്രതീക്ഷിച്ചായിരിക്കാം വന്നത്. എനിക്കും എന്നോട് തന്നെ ഒരു ബുദ്ധിമുട്ട്. തമ്പുരാനെ, ജനത്തെ ഞാൻ നിരാശപ്പെടുത്തിയോ? സുരേഷ് ബാബു പാസ്റ്റർക്ക് എന്നോടൊരു പിണക്കം തോന്നിയോ? സാരമില്ല. പക്ഷെ നീറുന്ന ആരെയോ ഞാൻ ഇതിനകത്ത് കാണുന്നു. ആർക്കും ഇല്ലാത്തൊരു വേദന. ഞാൻ ചോദിച്ചു, പുറത്ത് പൊൻതടങ്ങളിൽ എല്ലാവരും കാണുന്നവർ, അകത്തെ നീർ